പ്രീസലോ. ഈ പുറയിലിരിക്കുന്നവരെല്ലാം അല്പം മുന്നോട്ട് കയറിയിരി. ഇതാകപ്പാടെ 4 പേരും ഉണ്ട്, 4 കസാര അവിടെ ഇരിക്കും. അതാ പാരമ്പര്യ സഭയുടെ കൂട്ടാണോ? അവിടെ ഇരുന്നേ കാറ്റ് പോകത്തുള്ളൂന്നുണ്ടോ? കയറിയിരി. പാരമ്പര്യ സഭകളിൽ അങ്ങനെ 50 വർഷമാണേലും കസാര വിടത്തില്ല. ആ കസാര മരിക്കുന്നോടം വരെ അച്ഛൻ യൂസ് ചെയ്യും. നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമ്മൾ പുത്രൻ്റെ വർഷിപ്പുണ്ട്, അറിയോ? പുത്രൻ്റെ സന്തോഷമുണ്ട്. പുത്രൻ എന്നുള്ള പ്രസംഗം ഒന്നും കേട്ടിട്ട് കാര്യമൊന്നുമില്ല. പുത്രൻ്റെ വർഷിപ്പിലേക്ക് വരണം. ഇവിടെ ഇപ്പം പുത്രൻ്റെ പ്രസംഗവും ദാസൻ്റെ വർഷിപ്പുമാണ് നടക്കുന്നത്. നിങ്ങൾ ഈ മാറുന്നെങ്കിൽ സകലതും മാറണം. മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യവും. മാറുന്നെങ്കിൽ സകലതും മാറ്റണം. ഒരു വ്യത്യസ്തമായ ഉണർവിലേക്ക് നിങ്ങൾ പോകുന്നെങ്കിൽ ഒരു വ്യക്തമായ ചേഞ്ചിങ്ങിന് നിങ്ങൾ തയ്യാറാകണം. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ഒരു വ്യത്യസ്ത ഉണർവുണ്ടാകത്തില്ല. പാരമ്പര്യങ്ങളെ കുറ്റം പറയുകയും പാരമ്പര്യമൊക്കെ ദാസത്വമാണെന്ന് പ്രസംഗിക്കുന്ന നമുക്ക് പുത്രന്മാരാണെന്ന് പറയുന്നെങ്കിൽ പുത്രൻ്റെ വർഷിപ്പും പുത്രൻ്റെ മനസ്സും പുത്രൻ്റെ ശരീരവും പുത്രൻ്റെ ഉണർവും ഉണ്ടാകണം. ഇവിടെ പാട്ട് പാടി വലയുകയായിരുന്നു, കണ്ടില്ലേ? പാട്ട് പാടി വലഞ്ഞു, പാട്ട് പാടി ടൈറ്റായിപ്പോയി. സാധാരണ പാട്ട് പാടി എന്ത് ചെയ്യുക? അയയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരും യൂസ് ആകുന്നില്ല. ഞാൻ നിങ്ങളിവിടെ 2ാമത്തെ മീറ്റിംഗാണ്. നിങ്ങൾ ഈ ദേശം കീഴടക്കുന്ന ഒരു ആത്മസാന്നിധ്യം ഇവിടെ ഇല്ല. അങ്ങനൊരു ആത്മസാന്നിധ്യം ഇവിടെ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ പൂർണ്ണമായി ഉടയേണ്ട വരും. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുമ്പം തൻ്റെ ശിഷ്യന്മാർ കർത്താവിനോടുകൂടി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന കണ്ടപ്പോൾ പരീശന്മാർ വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിൻ്റെ ശിഷ്യന്മാർ ഊസിക്കുന്നില്ല, നിൻ്റെ ശിഷ്യന്മാർ ഈ പറയുന്ന ഒരു കാര്യവും ചെയ്യുന്നില്ല, അവരിങ്ങനെ സന്തോഷിച്ച് നിൻ്റെ പുറകെ നടക്കുകയാണ്. ഈ കംപ്ലൈൻറ്റ് അങ്ങോട്ട് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം ഇങ്ങോട്ട് പറഞ്ഞു, ഒന്നിൽ പഴയ കണ്ടം പുഴയിൽ കണ്ട് 2 തുണിക്കണ്ടം കൂടെ എന്ത് ചെയ്യല്ലേ, തുന്നിച്ചേർത്ത് പരിപാടി നടക്കത്തില്ല. ഒന്നിൽ പഴയ തുണി, ഇല്ലെങ്കിൽ പുതിയ തുണി. ഈ 2ഉം കൂടെ കൂട്ടിക്കെട്ടല്ലേ, കൂട്ടിക്കെട്ടി പരിപാടി നടത്തി ഇത് 2ഉം കീറി അഴിഞ്ഞു പോകും. വീണ്ടും യേശു പറഞ്ഞു, ഈ പുതുവീഞ്ഞ് പകരണമെങ്കിൽ നിങ്ങളുടെ പാത്രത്തിൽ പറ്റത്തില്ല, പുതിയ തുരുത്തി ഉണ്ടാക്കണം. അതുകൊണ്ട് പഴയ തുരുത്തി കൊണ്ട് ഒരിക്കലും പുതിയ വീഞ്ഞിനെ ആസ്വദിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ തുരുത്തികൾ മാറണം. തുരുത്തികൾ മാറാതെ ഒരു വ്യക്തിക്കും പുതിയ വീഞ്ഞ് പ്രാപിക്കാൻ കഴിയത്തില്ല. ഒരു പുതിയ വീഞ്ഞ് പ്രാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളാകുന്ന തുരുത്തി പൊളിക്കേണ്ട വരും. ഉടച്ചെടുക്കാതെ പുതിയ വീഞ്ഞിലേക്ക് പകരാൻ കഴിയത്തില്ല. നമ്മുടെ മനോഭാവങ്ങൾ, ചിന്തകളെല്ലാം പൊടിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പുതിയ തുരുത്തിയായി മാറാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഒരു പുതിയ അഭിഷേകത്തിലേക്ക് ദൈവത്തിന് നമ്മെ നടത്താൻ കഴിയത്തുള്ളൂ. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലും ശക്തമായി ഉണർവ് നടക്കുക. ഉണർവ് നടക്കുന്ന സഭകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പുതിയ തുരുത്തികളെ കാണാൻ കഴിയും. പുതിയ തുരുത്തികളില്ലാതെ ഒരു പുതിയ ഉണർവിലേക്ക് ഒരു സഭയും ദൈവത്തിന് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അപ്പോൾ ഒരു പുതിയ തുരുത്തിയായി തീരാൻ നിങ്ങൾക്ക് കഴിയുന്നെങ്കിൽ ഉണർവ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു, അഭിഷേകം നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നു. അഭിഷേകം നിങ്ങളിൽ പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനാദ്യമായി ഉണ്ടാകേണ്ടത് പുതിയ തുരുത്തിയാണ്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരു പുതിയ തുരുത്തി, ഈ സന്ധ്യയുടെ വേളയിൽ ഒരു പുതിയ തുരുത്തിയാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പുതിയ വീഞ്ഞ് പകരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പുത്രത്വത്തിൻ്റെ പ്രസംഗം പോലെ തന്നെ പുത്രത്വത്തിൻ്റെ അഭിഷേകമുണ്ട്, പുത്രത്വത്തിൻ്റെ ആരാധനയുണ്ട്. അതിന് പൂർണ്ണമായി നിങ്ങളെ വിട്ടുകൊടുക്കേണ്ടി വരും. സാധാരണ ഒരു നോർമൽ പെന്തക്കോസ്തുകാരനായി ക്രിസ്ത്യാനിയായി ജീവിക്കാനാണെങ്കിൽ ബത്തപ്പാടൊന്നുമില്ല, ഒരു സൈഡിലിരുന്ന് പോകാം.
അല്ല എനിക്കൊന്ന് പ്രകാശിച്ചാൽ തീരണമെന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്ക് അതും ഇതൊക്കെ കിട്ടിയാൽ മതി, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യം, ഈ ജോലി ഒന്ന് തീർക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചിലർക്കൊക്കെ ക്രമീകരിച്ചാൽ മതി, എന്നിട്ടങ്ങ് പോയാൽ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു മൂലയിലിരുന്നാൽ മതി, എല്ലാവർക്കും കിട്ടുന്ന കൂട്ടത്തിൽ നമുക്കും കിട്ടും. അല്ല, മറിച്ച് എനിക്കൊന്ന് പ്രകാശിച്ചേ തീരാൻ പറ്റത്തുള്ളൂ. ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ആ വിഷൻ, ആ മിഷൻ പൂർണ്ണമായി എനിക്ക് ചെയ്യണം. ഒരു കുടുംബം നയിക്കുക എന്നുള്ളതല്ല, മക്കൾക്ക് വേണ്ടി കരുതുക എന്നുള്ളതല്ല, ഒരു ജോലി പൂർത്തീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് സ്വർഗത്തിലെത്തുന്നെങ്കിൽ പ്രകാശിച്ചെത്തണം. പ്രകാശിച്ചെത്താത്ത ഒരു ബന്ധക്കോസുകാരനും അവിടെയും ലജ്ജയായിരിക്കും. ഇവിടെയാണെങ്കിൽ ജോലി കിട്ടി, ഇവിടെ പ്യൂണായിട്ട് കിട്ടിയാൽ ടെസ്റ്റ് എഴുതി അത് അടുത്ത ലെവൽ രാഷ്ട്രീയ മാനേജർ വരെ പോകാം. സ്വർഗത്തിലൊരു സീറ്റ് കിട്ടിയാൽ നിത്യത വരെ ആ സീറ്റായിരിക്കും, വേറെ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ സൈക്കിളുള്ളവന് വേണേൽ അത് വിറ്റ് വേണേൽ ബെൻസ് കാർ എടുക്കാം. സ്വർഗത്തിൽ സൈക്കിൾ കിട്ടിയാൽ അത് നിത്യത വരെ നിനക്ക് സൈക്കിളായിരിക്കും. അവിടെ നിനക്ക് സൈക്കിൾ വിറ്റ് സ്കൂട്ടർ എടുക്കാനോ, സ്കൂട്ടർ വിട്ട് മറ്റ് കാർ എടുക്കാനോ, ബെൻസ് എടുക്കാനോ പറ്റത്തില്ല. കിട്ടുന്നതായിരിക്കും, അത് നിൻ്റേതായിരിക്കും ജീവിതകാലം. അപ്പോൾ ചേഞ്ചിങ്ങും വ്യത്യാസമൊക്കെ ഇവിടെ ഉള്ളൂ. സ്വർഗത്തിൽ ചേഞ്ചിങ്ങും വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ വേണേൽ ചേഞ്ച് ചെയ്യാം, ഇപ്പോൾ വേണേൽ ആരാധന ചേഞ്ച് ചെയ്യാം, മനസ്സ് ചേഞ്ച് ചെയ്യാം, ഹൃദയം പുതിയതൊന്നായി പ്രാപിക്കാം. എപ്പോഴും ഉണർവ് എന്ന് പറയുന്നത് ദൈവം ആരംഭിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കണം. ഞാൻ വലിയ പ്രസംഗത്തിന് പോകത്തില്ല, പ്രസംഗിച്ച പ്രസംഗം മാത്രമായിപ്പോൾ. അതുകൊണ്ട് ഞാൻ എൻ്റെ സബ്ജക്റ്റ് പ്രസംഗിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരാധിക്കും. അതിന് മുമ്പ് ഉണർവ് എവിടെ നിന്ന് ആരംഭിക്കുന്നത്, ഒരു സബ്ജക്റ്റ് നിങ്ങളിൽ ആരംഭിക്കാം. വായിച്ച് എസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം, അതിൻ്റെ ആ അധ്യായത്തിൻ്റെ ലാസ്റ്റ് വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ ശക്തമായ നിലയിലുള്ള ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും അങ്ങ് നിറയ്ക്കുക. അതിൻ്റെ 37-ാം വാക്യം, അതിൻ്റെ മേളത്തെ വാക്യം 35-ഉം 34 മുതൽ വായിച്ച്. ഞാൻ അവിടെ കൃഷി നടത്തും, ശൂന്യതകളെ പണിയും. അടുത്ത്, ഞാൻ അത് ഏദൻ തോട്ടങ്ങൾ പണിയും. അടുത്ത്, ഉറപ്പും നിവാസികളുമുള്ള പട്ടണങ്ങളാക്കി നിന്റെ പട്ടണത്തെ പണിയും. എന്ന് പറഞ്ഞാൽ ശൂന്യതകളെ മുഴുവൻ മാറ്റി ഭവനത്തിൻ്റെ സകല വിടവുകളെ അടച്ച് ആത്മാക്കളെ നൽകി ദേശത്ത് നിന്നെ ഉയർത്തും. പക്ഷെ ഇത് ഞാൻ ചെയ്യണമെങ്കിൽ എനിക്ക് വേറൊരു പരിപാടിയുണ്ട്. അതിൻ്റെ 26-ാം വാക്യം വായിച്ച്, ആദ്യം നിൻ്റെ ഹൃദയം എടുത്തു മാറ്റും, പഴയ ഹൃദയം മാറ്റും. ആ ഹൃദയം മാറ്റാതെ ഈ പരിപാടി ഒന്നും നടക്കുകയില്ല. എന്നിട്ട് ഹൃദയം മാറ്റിവെപ്പാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഉണർവെന്ന് പറഞ്ഞാൽ ഹൃദയം മാറ്റിവെപ്പാ, കയ്യടിയല്ല. ഈ സഹോദരി ഉണർന്നെന്ന് പറഞ്ഞാൽ അവിടെ ഹൃദയം എന്ത് ചെയ്തു? മാറ്റിവെച്ചു. പ്രവചനമോ ദൂതോ വെളിപ്പാടോ എന്തെല്ലാം നടന്നാലും ഉണർവെന്ന് പറയുന്ന ഹൃദയം മാറ്റിവെപ്പ. ഹൃദയം മാറ്റിവെക്കാത്ത ഒരു ഉണർവ് നിലനിൽക്കത്തില്ല. ഈ മലയാളികളുടെ ഇടയിലെ ഉണർവ് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ജീപ്പ് പോകുമ്പോൾ കരിയില പൊങ്ങുന്ന പോലെ പൊങ്ങിയിട്ട് താഴെ വന്ന് കിടക്കുന്നത്. കഴിഞ്ഞ് 21 ഉപവാസ പ്രാർത്ഥന ഭയങ്കര ഉണർവായിരുന്നു. അത് കഴിഞ്ഞ് കരിയില താഴെ തന്നെ. നമ്മൾ ഈ പൊക്കം കണ്ടപ്പോൾ നമ്മളോർത്ത് ഈ കുറി പൊങ്ങിപ്പോകുന്നു. ഹൃദയം ചേഞ്ച് ഇല്ലാത്ത ഒരു ഉണർവും നിലനിൽക്കത്തില്ല. അതുകൊണ്ട് ദൈവം പറയാൻ, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം എവിടും തുടങ്ങും? ഞാൻ ഹൃദയത്തിൽ നിന്ന് തുടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ നിങ്ങളുടെ ഹൃദയം മാറ്റിവെക്കും. ആദ്യത്തെ ഹൃദയം അങ്ങനെയുള്ളതാ, കല്ല എന്ന് പറഞ്ഞാൽ വചനം കേൾക്കുന്നുണ്ടെങ്കിലും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. ദൈവഹിതത്തിന് പെക്സ്ഫുള്ളായി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല.
ഒരു മനോഭാവം മനസ്സിൽ കയറിയിട്ടുണ്ട്, അതിനപ്പുറത്ത് വിടാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയാണെന്ന് നേരത്തെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഇരിക്കുക. അതിൽ നിന്നൊന്നും ഒട്ടും അയയല. അതാണ് ഈ പഴയ ഹൃദയം. എന്നാ കേട്ടാലും ഒരു ചേഞ്ചുമില്ല. ഇതൊക്കെ ഞാൻ കണ്ടതാണ്, അറിഞ്ഞതാണെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. ഇതാണ് പഴയ ഹൃദയം. ഈ ഹൃദയം ആദ്യം ദൈവം എടുത്ത് മാറ്റി മാംസമായൊരു ഹൃദയം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് വളയുകയും താഴുകയും നിലനിൽക്കുകയും ചെയ്യുന്നൊരു ഹൃദയം. ആ ഹൃദയം കൊടുക്കാതെ ദൈവം അനുഗ്രഹിക്കത്തില്ല. അല്ലാതുള്ള അനുഗ്രഹമൊക്കെ വെറും പൂശാണ്. താഴ് വായിച്ച്, കല്ലായ ഹൃദയം കൊടുത്തിട്ട് മാംസമായ ഹൃദയം കൊടുത്ത് എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലേക്ക് തരും. ഉള്ളിൽ കയറുന്ന ആത്മാവും വെളിയിലുള്ള ആത്മാവും രണ്ടാണ്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരൊരുമിച്ച് കൂടിയിരുന്നു. ആത്മാവ് 2 ലെവലിൽ ഇറങ്ങിയത്. ഒന്ന്, ഇരിക്കുന്നവിടെ മുഴുവൻ എന്ത് ചെയ്തു? നിറച്ചെന്ന് പറഞ്ഞാൽ ഡ്രംസ് അടിച്ച് കൈയടിക്കുമ്പോൾ ഇവിടെ ഒരു ചാട്ടവും ബഹളവും എല്ലാം കൂടെ ഒരു നിറവാത്. എന്നാൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു, ഓരോരുത്തനെ ഫില്ല് ചെയ്തു. അത് അകത്തോട്ട് പോയ ഉണർവാ, ആത്മാവാ. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് പകരും. അത് പുതിയ ഹൃദയമുള്ള വ്യക്തിയിൽ മാത്രമേ ഉള്ളിൽ പകരത്തുള്ളൂ. അല്ലാതെ പഴയ ഹൃദയമുള്ള ഒരു വ്യക്തിയിലും ദൈവത്തിന് ഉള്ളിലേക്ക് അഭിഷേകം പകരാൻ കഴിയത്തില്ല. ഉള്ളിലിറങ്ങുന്ന അഭിഷേകത്തിന് മാത്രമേ നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. അത് ഹൃദയം മാറുന്ന അഭിഷേകമായിരിക്കും. അങ്ങനെയുള്ള ഉണർവ് സഭയിൽ നിലനിൽക്കും. അല്ലാത്ത ഉണർവുകൾ 1-2 ആഴ്ച കൊണ്ട് നമ്മളെ വിട്ടുപോകും. ഹൃദയം മാറ്റുന്ന ഉണർവുകൾക്ക് മാത്രമേ സഭകളിൽ നിലനിൽപ്പുള്ളൂ. ആ ഉണർവ് മാത്രമേ ദേശത്തെ കീഴടക്കത്തുള്ളൂ. ഞാൻ കല്ലായ ഹൃദയം മാറ്റി മാംസമായ ഹൃദയം നൽകും, നിങ്ങളുടെ ഉള്ളിൽ എൻ്റെ ആത്മാവിനെ പകരും. നമ്മുടെ കണ്ണ് കിടക്കാം. ഒരു മണിക്കൂറെങ്കിലും ഡെയിലി അന്യഭാഷ പറയുന്ന ഇവിടെ എത്ര പേരുണ്ട്? 1 മണിക്കൂറെങ്കിലും അന്യഭാഷ പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 15 മിനിറ്റ് അന്യഭാഷ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ എന്നാ ഉണർവാണ് പ്രാപിക്കാൻ പോകുന്നത്? ഒരു പരിപാടിയും നടക്കുകയല്ല. 21 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തിട്ട് നാളെ മുതൽ അന്യഭാഷ പറയാൻ തുടങ്ങിക്കോ മണിക്കൂറുകൾ. വാസ്തവമായി ഉടയുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ നീ ആഗ്രഹിക്കേണ്ടത്, കർത്താവ് എൻ്റെ ചേഞ്ച്, കർത്താവ് ആഗ്രഹിക്കുന്ന ലെവലിൽ എന്നെ ഒന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ ചേഞ്ച് ആവുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ചേഞ്ച് ആവും. ഒരു വിഷയങ്ങളുമായി ദൈവസന്നിധിയിൽ നീ വരേണ്ടി വരത്തില്ല. ഒരു വിഷയങ്ങളും നീ പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. നിന്റെ മുമ്പിൽ അതെല്ലാം താളടിയാകും. ഇന്ന് പകലിൽ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ആത്മാവിന് ശരിക്ക് കീഴ്പ്പെടണം. പരിശുദ്ധാത്മാവിന് ശരിക്ക് കീഴ്പ്പെടണം. ആത്മാവിൻ്റെ സാന്നിധ്യം ശരിക്ക് ഏറ്റെടുക്കണം. ഏറ്റെടുക്കാതെ ഒരിക്കലും അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റത്തില്ല. എല്ലാവരും കണ്ണുകളടച്ച് അന്യഭാഷ ലഭിച്ചവരെല്ലാം അന്യഭാഷ പറയണം. ശരിക്കും അന്യഭാഷ പറയണം. ചില മിനിറ്റിൽ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കാൻ പോവുക. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. അന്യഭാഷ ലഭിച്ചവരെല്ലാം അന്യഭാഷ മണിക്കൂറുകൾ പറയണം.
അന്യഭാഷ മാത്രം പറഞ്ഞ് നിനക്ക് ദൈവം ഉച്ചരിക്കാൻ നൽകിയ ഭാഷ, ദൈവത്തോട് സംസാരിക്കാൻ നൽകിയ ഭാഷ, മനുഷ്യന് വെളിപ്പെടാത്ത ഭാഷ, മനുഷ്യന് മനസ്സിലാകാത്ത ഭാഷ, ദൈവത്തോട് നീ സംസാരിക്കുവാൻ ദൈവം നിന്നെ ഏൽപ്പിച്ച ഭാഷ. ദൂരാന കന്തല റബന വൈഡാലബ ഉഡാലബന ബലബസിൻ. Yes, 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 yes. Glory. Suragabalaba udabalabana baradana gadagala regada vaidabana gadagam. Sambala baudabana baudabana baraba udabana bira hamdala ragada gadagasi. Gori gadaba udabana viradala ragada rajanatha gadagadagasi. Praise. Glory andala gudabala rabana balabana balabasi. Glory kandal gudabala barabana gudabala barabana. Andala gudabala baudara bala vaida jana vaida balari. Glory andala vaida bala gudabala baudara bala baraudara bala baraudara mana vaida. Glory ala rabana vaida lavana vauda bana vedabasi. Dokira rati khalara mauda lavani shamdhala rabala badavasi. Glory hallelujah rikhala vauda bala vauda mana bilam dala rabala bala badava. No duraka bala vaida bala vauda mana bira hamdala rabala badabala basi. Andala rauda rajanatha gadagala gadagala samdala rabala badabala basi. Oh, Rikaba Babala Rabala Bauda Balabadabas. Glory Atala Rabba Kabala Bara Shamdala Rabala Vaida Balabadabasi. Ella Avagasha Vadangala Variate, Avagasha Vada Mariate. Sakala Bauda Laba Shamdala Rabba Damana Rugala Rebede. Aragadala Gauda Balabana Gauda Balabarabasi. Andala Gauda Bala Raganatsala Bauda Balabadabasi. Glory Malaribala Gauda Balabada Balaban. Vishandala Godina Rabalabadabasi. Yes, 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 yes. Ori Andala Rabuda Bala Gadagadagani. Batagacha Turara Rajanatha Samdala Rabasi. Lavagashavadangal Mariate. ആത്മാവിലേക്ക് ജനം കടന്നു വരാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങൾ അഴിയട്ടെ. ആത്മാവിൻ്റെ തടസ്സം അഴിയട്ടെ. ആത്മാവിൻ്റെ ബ്ലോക്ക് അഴിയട്ടെ. ആത്മാവിൻ്റെ ബ്ലോക്ക് അഴിയട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ബ്ലോക്ക് അഴിയട്ടെ. ശരീരങ്ങളിൽ അത് ഏറ്റെടുക്കാൻ കഴിയാത്ത ബ്ലോക്ക് അഴിയട്ടെ. ബ്ലോക്ക് അഴിയട്ടെ. ബ്ലോക്ക് അഴിയട്ടെ. ബ്ലോക്ക് അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ശരീരങ്ങളിലേക്ക് ആത്മസാന്നിധ്യം വ്യാപരിക്കാത്ത ബ്ലോക്ക് ബ്ലോക്ക് അഴിയാൻ കൽപ്പിക്കുകയാണ്. ഈ ഹോളിനകത്ത് ആത്മസാന്നിധ്യം വ്യാപരിക്കുവാൻ തടസ്സമായ സകല ബ്ലോക്കും അഴിഞ്ഞു മാറാൻ കൽപ്പിക്കുകയാണ്. Oh, Sikandara Kudachalata Gata Gadagasi, Ori Katala Jagana Bauda Balada Gadagasi, Panara Rebala Badabas. Hallelujah. Ori Katala Rabana Bauda Lavala Samdala Rebala Vashim, Ori Gata Rambala Ragadaga Saptala Rabana Badabala, Ori Gata Gachalada Gadagaseli. Viragata Gata Gacha Tumana Raja Gadagadaga Sambala Ramana. Hallelujah. Origa Bala Vaida Bala Shamdala Rabala Vaida Bala Ravana Bashara Bala Basi. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിന്റെ സാന്നിധ്യം ഈ ജനത്തിലേക്ക് വ്യാപരിക്കുവാൻ ആഴങ്ങളിൽ ഇറങ്ങാൻ കഴിയാതെ നീന്തിയിട്ടല്ലാത്ത കടക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തിലേക്ക് ജനത്തിന് വരാൻ കഴിയാതിരിക്കുന്ന എല്ലാ അവകാശവാദങ്ങളെയും ദേശത്തിൻ്റെ അധിപതിയുടെ പോരുകളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അതിൻ്റെ മേൽ ജയമടിക്കുകയാണ്. Glory.
Gloria la rabalaba udala banabala shamdala rabalaba udala barabalaba. Deri gadagalaba udana balaba shamdala rabalaba uda balagade. Gloria la rabanaba shala baraba shamdala rabalaba rabasin. Deri gadagalaba uda banabala balaba shala la gadagada. Hallelujah. Hallelujah. Yavarikate Atma Sanithyam Deevola Yavarikate. O Ramala Sundala Rabana Vishala Rabanasam. Verigatala Jalagadagalagadagal. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. എല്ലാവർക്കും ഇരിക്കാം. ആത്മാവിന് ബോഡി ഉണ്ടോ? ഈ സംഗതി അയക്കാതെ ഞാൻ ഇവരുടെ പുത്രത്വമൊക്കെ പ്രസംഗിച്ചാൽ നിങ്ങൾക്കൊരിക്കും പിടികിട്ടും. ഇത് ചുമ്മാ മിസൈൽ പോലെ പൊക്കോണ്ടിരിക്കും, ആർക്കും അടി കിട്ടുന്നില്ല. ആത്മാവിന് ബോഡി ഉണ്ടോ? അപ്പൊ തീയായിട്ട് ആത്മാവ് ഇറങ്ങിയത് ബോഡി അല്ലായിരുന്നോ? പ്രാവായി ഇറങ്ങിയത് ബോഡി അല്ലായിരുന്നോ? ആത്മാവ് നദിയായി ഇറങ്ങിയത് ബോഡി അല്ലായിരുന്നോ? അത് ശരി. ആത്മാവ് നദിയായി ഇറങ്ങും. നദിയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നവരെല്ലാം നീന്തിയിട്ടല്ലാത്ത കടക്കാൻ കഴിയുന്ന ഒരു നദി പോവും. നിങ്ങളെല്ലാം ഒരു നദിക്കകത്ത് നിൽക്കുന്ന പോലെ ഇരിക്കുന്ന വെച്ചാൽ കസാരയെല്ലാം ഒഴുകും ഇവിടെ. അതാണ് ആത്മാവ് നദിയായി ഇറങ്ങുന്നു. ആത്മാവ് തീയായി ഇറങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? സൂട്ടിന് തീ പിടിച്ചാൽ എന്നാ ചാട്ടമായിരിക്കും. ഇവിടെ ചുടിദാറിന് ഒരാൾക്ക് തീ പിടിച്ചാൽ എങ്ങനെ ഇരിക്കും? ഇതാ ഫയർ അനോയിന്റിങ് ഇറങ്ങി എന്ന് പറഞ്ഞാൽ ദേഹത്ത് തീ പിടിച്ച പോലാണ്. അതാണ് ആത്മാവ് തീയായി ഇറങ്ങുക. ഇതിനിപ്പോ ഈ സഭയ്ക്കകത്ത് എന്നാ ഇറങ്ങണം, എങ്ങനെ ഇറങ്ങിയാലേ ശരിയാകുന്നേ? അടുത്തത് ആത്മാവ് മഴയായി ഇറങ്ങും. നിങ്ങളുടെ ദേഹത്തെല്ലാം വെള്ളം പെയ്യുന്ന പോലെ ഇരിക്കും. ആത്മാവ് മഞ്ഞായി ഇറങ്ങും. നിങ്ങളെല്ലാം മരവിച്ച് ഇവിടെ നിൽക്കും. ആത്മാവ് ഒരു വലിയ പ്രകാശമായി ഇറങ്ങും. ശൗല് കണ്ടത് അങ്ങനെ. ആത്മാവിൻ്റെ പ്രകാശത്തിൽ ശൗല് താഴെ പോയി. ശൗല് നിലത്തന്തനെ പോലെ വീണുപോയി. ആത്മാവിൽ ഇനിയും വേറൊരു അനുഭവമുണ്ട്. വീഞ്ഞടിച്ചവനെ പോലെയാവും. ശരിക്കും മത്തനാവും, അടിച്ച് പൂസാവും. ഇവിടെ ഒറ്റയൊന്ന് നേരെ നിൽക്കുകയല്ല. ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ച വർഷങ്ങളായ, ഇതൊക്കെ ഞങ്ങളുടെ ബാല്യകാലമായി പറയുന്നത്. അങ്ങനല്ലേ മർക്കോസിൻ്റെ വാളിയൂറിയിട്ട് നോക്കിയപ്പോൾ എല്ലാവരും പുതുവീഞ്ഞടിച്ചിരിക്കുന്നു. അവൻ എന്നാ പറയുന്നത് അവർക്കറിയത്തില്ല. ഇവരെല്ലാം വീഞ്ഞടിച്ച പോലെ കുഴഞ്ഞു നിൽക്കുക. ഇത് വേറൊരു അഭിഷേകമാണ്. വേറൊരു അഭിഷേകമാണ് തീ പിടിക്കുന്ന അഭിഷേകം. വേറൊരു അഭിഷേകമാണ് നദി ഇറങ്ങുന്ന അഭിഷേകം. വേറൊരു അഭിഷേകമാണ് ഹെർമോന്യം മഞ്ഞ് പോലെ ആത്മ മഴ ഇവിടെ പെയ്യും. ഇതൊക്കെ ബോഡി അനുഭവിക്കും. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും പറയും ഇതെൻ്റെ ശരീരത്തിൽ ഇപ്പോൾ പെയ്യുന്നുണ്ടെന്ന് പറയും. ആ രീതിയിൽ അനുഭവിക്കാതെ ഉണർവ് വ്യാപരിക്കത്തില്ല.
അങ്ങനൊരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ആയിത്തീരണം ഈ മീറ്റിങ്ങിൽ. ഇല്ലെങ്കിലുണ്ടല്ലോ, ഇവിടെ ഇപ്പോൾ നിങ്ങളെല്ലാം ആരാധിച്ചു. എത്ര പേര് ഫ്രീക്ക് ആരാധിച്ചു? ആരാധിക്കുന്ന ഇടയിൽ എത്ര പേരുടെ ശരീരത്തിന് വേദനയാണ്? എത്ര പേരുടെ അന്യഭാഷ മുറിഞ്ഞു പോയി? എത്ര പേരുടെ കോൺസെൻട്രേഷൻ പോയി? എത്ര പേർക്കൊന്ന് ഇരുന്നാൽ കൊള്ളാൻ തോന്നിപ്പോയി? പറ. ഇത് മാറാതെ സംഗതി പോവുകയല്ല. സംഗതി നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് പോകണേ ആദ്യം നിങ്ങളിത് മാറ്റാതെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുകയില്ല. പ്രൈസോളോ. ഞാൻ സാധാരണ പെന്തക്കോസ്ത് സഭകളിൽ പ്രസംഗിക്കാൻ പോവുകയല്ല. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ഇടയിലാണ്. എനിക്ക് ശുശ്രൂഷിക്കണം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. ഞങ്ങൾ പഞ്ചാബിയുടെ ഇടയിലാണെങ്കിൽ ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നൃത്തമാണ്. പിന്നെ നിർത്താൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ ഇത് നിലനിൽക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥന. നമ്മുടെ ബോഡിയും ആത്മീയ മനുഷ്യനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ആത്മാവിൽ ആരാധിക്കാനും ആത്മാവിന് ഇട്ടുകൊടുക്കാനും നിന്റെ ബോഡിക്ക് കഴിയണം. അങ്ങനെ വഴങ്ങാൻ കഴിയാത്ത ശരീരമുണ്ടെങ്കിൽ ആ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായ ഒരു ഡെലിവറൻസ് ഈ സഭയ്ക്ക് ആവശ്യമാണ്. ശരിക്കുള്ള ഡെലിവറൻസ്, ബോഡി ഡെലിവറൻസ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആ ബോഡി ഒരസ്വസ്ഥതയില്ലാതെ ആ ബോഡി ദൈവാത്മാവിന് കീഴ്പ്പെട്ടിട്ട് ദൈവാത്മാവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് വർഷിപ്പ് ചെയ്യും. ഇവിടെ മറക്കും. ഇരിക്കുന്ന സ്ഥലവും നിൽക്കുന്ന സ്ഥലവും മറന്ന് ആത്മാവിന് കീഴ്പ്പെട്ട് ആരാധിക്കും. അങ്ങനെ ആരാധിക്കുന്നില്ലെങ്കിൽ ആത്മാവിൻ്റെ കൃപാവരങ്ങളിലേക്ക് നിങ്ങൾ പൂർണ്ണമായി നീക്കപ്പെടാൻ കഴിയത്തില്ല. അങ്ങനൊരു അനുഭവം നിങ്ങളിലെല്ലാം ഉണ്ടാകണം. നിങ്ങളുടെ ബോഡിയെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥതകൾ പൈശാചികമാണ്. ചിലർക്ക് ഇതെടുത്ത് കൊടുത്താൽ ഉറങ്ങുമല്ലോ. ഇതെടുത്ത് കൊടുത്താൽ മതി, ബൈബിൾ എടുത്ത് വായിക്കാൻ പറഞ്ഞാൽ മതി, ഇത്ര ഉറങ്ങാത്തവർ ഉറങ്ങിപ്പോ. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ മതി, തൂങ്ങിപ്പോ. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് ഉറങ്ങിക്കളയും ചിലർ. ബൈബിൾ വായിക്കാൻ പറഞ്ഞാൽ മതി, ഓട്ടോമാറ്റിക് മരവിപ്പാണ്, പിന്നെ മയക്കമാണ്. അതൊക്കെ ദുരാത്മാവാണ്. കാരണം ആത്മീയ മനുഷ്യനാക്കി നിൻ്റെ ബോഡി ആഴമായി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴേ ലോകത്തില്ലാത്ത ചിന്തകളെല്ലാം തലയിൽ കയറുക. അസ്വസ്ഥതകൾ. ആദ്യം നമ്മൾ ദേശത്തിൻ്റെ ഉണർവിനേക്കാൾ വലുത് നമ്മുടെ വിടുതല. നിങ്ങൾ വിടുവിക്കപ്പെടണം. നിങ്ങളുടെ ബോഡി വിടുവിക്കപ്പെടണം. നിങ്ങളുടെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നിങ്ങൾ ശരീരത്തിലും സകലത്തിലും ശുഭമാകത്തുള്ളൂ. അതുകൊണ്ട് ആത്മാവ് ആദ്യമായി നിങ്ങളുടെ ആത്മാവ് എന്തായി മാറണം? ശുഭമായി മാറണം. പൂർണ്ണമായി സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ വചനം ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ആഴമായി, അല്ല, നിങ്ങൾ ദൈവത്തോട് പറയണം, എനിക്ക് നിലനിൽക്കാൻ പറ്റുന്നില്ല, ഒരു അഭിഷേകം എൻ്റെ മേൽ അയക്കണം. അപ്പസ്തോല പ്രവൃത്തിയിൽ 3 പ്രാവശ്യം ദൈവദാസന്മാർ പരിശുദ്ധാത്മാവിനെ ഇറക്കാൻ പറഞ്ഞു. ഒന്നാമത് മർക്കോസിൻ്റെ മാളിൽ ഇറങ്ങി ഒരാൾ സൗഖ്യമായി 3000 പേര് രക്ഷിക്കപ്പെട്ടു. സഭയുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. സഭ വീണ്ടും പ്രോബ്ലത്തിലായി. നിലനിൽക്കുകയെന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും 4-ാം അധ്യായം 30-ാം വാക്യം വായിച്ചു. 4-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 4:29 മുതൽ താഴോട്ട് വായിച്ച്. നാലാം അധ്യായം 30-ാം വാക്യമാണ് വായിക്കുന്നത്. ഇപ്പോഴേ കർത്താവ് അവരുടെ ഭീഷണി നോക്കണമേ. അടുത്ത് നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം അവിടെ ഒരു കുലുക്കം ഉണ്ടായി.
അവരെന്തിനാ പ്രാർത്ഥിച്ചതെന്നറിയോ? അവർ പ്രാർത്ഥിച്ച സബ്ജക്റ്റ് എന്നതാ? അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കണം, പൂർണ്ണ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇരിക്കുന്നിടം എന്ത് ചെയ്തു? കുലുങ്ങി. അടുത്ത് ഞാൻ ഇവിടെ പ്രസംഗിക്കുന്നതെല്ലാം എക്സ്പീരിയൻസുകളാണ്, ഇത് പ്രസംഗമല്ല. ഒറ്റ വാക്യം പോലും ഞാനിവിടെ പ്രസംഗിക്കുന്നത് പ്രസംഗമല്ല, അനുഭവമാണ്. കാല് നീളുക, കൈ നീളുക, ഗോൾഡൻ ടെസ്റ്റ് വീഴുക, സിൽവർ ടെസ്റ്റ് വീഴുക, ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതാണ്. ഒത്തിരി നൂറുകണക്കിന് ഇന്ത്യയുടെ അനേക രാജ്യങ്ങൾ, ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ എന്നിലൂടെ ദൈവം ചെയ്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങളുണ്ട്, ഒന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇതെല്ലാം എൻ്റെ അനുഭവമാണ്. ഇത് പ്രസംഗിക്കാനുള്ള പുസ്തകമല്ല. ഒന്നിൽ ഇത് അനുഭവിച്ചേ ഭൂമിയിൽ നിന്ന് പോകാവുള്ളൂ, അല്ലാതെ ഇത് പ്രസംഗിക്കുന്നവനായിട്ടോ ഒന്നും പോകല്ലേ. ഇത് അനുഭവിച്ചേ പോകാവുള്ളൂ. ആത്മാവിൻ്റെ ആഴങ്ങളുണ്ട്, ആഴങ്ങളിലേക്ക് നീ ഇറങ്ങാൻ തയ്യാറാകണം. ഇറങ്ങുന്നെങ്കിൽ മാത്രമേ നിൻ്റെ ജീവിതത്തിൻ്റെ ചേഞ്ചുകളും വ്യത്യാസങ്ങളും, ഇത് പ്രസംഗമല്ല, അനുഭവമാണ്. അനുഭവം ഏറ്റെടുക്കാൻ നിങ്ങൾ ശിശുക്കളെ പോലെയാകണം. ആദ്യം നമ്മളിലുണ്ടാകേണ്ട ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ശിശുവാകുക എന്നുള്ളതാണ്. ശിശുവിന് മാത്രമേ ഇതൊക്കെ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നീ ഒരു ശിശുവിനെ പോലെ ദൈവസന്നിധിയിൽ എപ്പോഴും ശിശുക്കളെ പോലെ ആയിരിക്കണം. എന്തും അനുഭവിക്കാനുള്ള ദാഹം, എന്തും പ്രാപിക്കാനുള്ള ദാഹം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ മനസ്സിലാക്കണം, എല്ലാം അനുഭവമാണ്. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ കുലുങ്ങി. പല പ്രാവശ്യം എൻ്റെ മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷ കെട്ടിടങ്ങൾ കുലുങ്ങിയിട്ടുണ്ട്. ഇരിക്കുന്നവിടം കുലുങ്ങും. ആ രീതിയിൽ ആത്മസാന്നിധ്യം നിലത്തിടിക്കും. അതുകൊണ്ട് ആത്മാവിൻ്റെ ആഴങ്ങൾ പ്രാപിച്ച് ഇവിടുന്ന് പോകാവുള്ള, അല്ലാതെ രണ്ട് അന്യഭാഷ പറഞ്ഞ് രക്ഷപ്പെടല്ലേ. ശരിക്കുള്ള ആത്മീയ മനുഷ്യനായി, ശരിക്കുള്ള ആത്മാവിൻ്റെ കൃപാവരങ്ങൾ ഏറ്റെടുത്തവനായി ശരിക്ക് പ്രകാശിച്ചേ പോകാവുള്ളൂ. അല്ലാതെ അല്പസ്വല്പം തീ പിടിച്ച് അല്പസ്വല്പം എന്തെങ്കിലും പ്രാപിച്ച് നീങ്ങല്ലേ. ഒന്നിൽ ഇത് ശരിക്കും അനുഭവിക്കണം. പ്രൈസ് ദി ലോർഡ്. ശകലം അനുഭവിക്കുകയല്ല, ഇത് മുഴുവനായി അനുഭവിക്കണം. ബൈബിളിൽ പറഞ്ഞതെല്ലാം എൻ്റെ ബോഡിയിൽ ഉണ്ടാകണം, എൻ്റെ കുടുംബത്തിൽ അനുഭവിക്കണം, ഞാൻ അനുഭവിക്കണം. അനുഭവങ്ങളുടെ വലിയ കലവറയ്ക്കകത്തേക്ക് ദൈവം എന്നെ കയറ്റി നിർത്തണം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം അനുഭവിച്ചാൽ ഉണ്ടാകുന്ന ഗുണം പറയട്ടെ, ഒരു ഫുൾ ഫ്രീഡം കിട്ടും. ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല, പണത്തെക്കുറിച്ച് ടെൻഷനില്ല, നിന്റെ ഇഷ്ടം പോലെ ഒഴുകിക്കൊണ്ടിരിക്കും. നിന്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ടെൻഷൻ ആകത്തില്ല, അവർ നിന്റെ ഇഷ്ടത്തിന് ചലിച്ചുകൊണ്ടിരിക്കും. നിന്റെ ഭർത്താവിനെ കുറിച്ച് ടെൻഷൻ ആകത്തില്ല, നിന്റെ ഭാര്യയെക്കുറിച്ച് ടെൻഷൻ ആകത്തില്ല. ഒരു ടെൻഷനും ഇല്ലാതെ നിൽക്കേണ്ട വരും. അതാണ് സ്വാതന്ത്ര്യം. അല്ലാതെ എന്നും കൊന്നും ഫാമിലി പ്രോബ്ലം, എന്നും കൊന്നും കുഞ്ഞുങ്ങളുടെ പ്രശ്നമോ, എന്നും കൊന്നും ഫൈനാൻസ് പ്രശ്നവും, എന്നും കൊന്നും ജോലി പ്രശ്നവും. നമ്മൾ ചിന്തിക്കുന്ന ഈ ജോലിയുടെയും കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും വിഷയമല്ലിത്. ഇത് ആത്മശക്തി പ്രാപിച്ച് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ട വിഷയമാണ്. അല്ലാതെ ഈ രാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ വിഷയമല്ല, ഈ രാജ്യത്തിൻ്റെ വിഷയമല്ല. നീ സ്വാതന്ത്ര്യം പ്രാപിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് ഇതൊന്നും നിനക്ക് കീഴ്പ്പെടാത്തത്. എല്ലാം നിന്റെ കാൽ കീഴിൽ വരുമെന്ന, എല്ലാം നിന്റെ കാൽ കീഴിൽ വരണം. നീ ഒന്നിന്റെ മുൻപിൽ തേങ്ങുന്ന വ്യക്തിയാകല്ലേ. എല്ലാം നിന്റെ കാൽ കീഴിലായിരിക്കണം. ആ ലെവലിലേക്ക് മാറുവാൻ അനേക സ്പിരിച്വൽ എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോകണം. അതിന് ജീവിതം വിട്ടുകൊടുക്കണം. ജീവിതം അതിനു വേണ്ടി നമ്മുടെ ബോഡി അങ്ങ് വിട്ടേക്കണം. ശിശുവിനെ പോലെ വിട്ടുകൊടുത്തേക്കണം. എന്തും ചെയ്യട്ടെ, ഏത് ആത്മീയ അനുഭവങ്ങൾക്കും എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നത്, അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. ആ ലെവലിലേക്ക് മാറണം. അങ്ങനെ മാറുമ്പോഴാണ് പിന്നെ നമുക്ക് ഈ വീട്ടിൽ ഞാൻ പലപ്പോഴും ഗാവുകളിൽ
വില്ലേജുകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന പഞ്ചാബ് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ നല്ല ചൂടത്ത് ചാണകം മെഴുകിയ തറയിലെല്ലാം കച്ചിപ്പുറത്ത് കിടന്നുറങ്ങിയിട്ടുണ്ട്. അവരുള്ളിയും മുളകും തരുന്ന റൊട്ടിയും കൂട്ടി ദിവസങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഫ്ലൈറ്റിലെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ സഞ്ചരിച്ചിട്ടുണ്ട്. 7 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം 5 സ്റ്റാർ ഹോട്ടലുകളിൽ മാത്രം ശ്രമിച്ചിട്ടുണ്ട്. ഇതെല്ലാം എനിക്കൊരുപോലെ എൻ്റെ അനുഭവം പറഞ്ഞു. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. ക്രിസ്തീയ സന്തോഷം നിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ സാന്നിധ്യം നീ അനുഭവിക്കാൻ തുടങ്ങിയാൽ, നിനക്കിതൊന്നും ഒരു വിഷയമല്ല. അതിലൊക്കെ വലുത് നിൻ്റെ അകത്ത് കയറി. പച്ചവെള്ളം കുടിച്ചാലും അത് നിനക്ക് നല്ലതായിരിക്കും. ഏറ്റവും നല്ല എന്ത് കുടിച്ചാലും അതെല്ലാം നിനക്ക് ഒരുപോലെ ആയിരിക്കും. സ്പെഷ്യൽ ഒന്നിനോട് നിനക്കൊരാഗ്രഹം തോന്നിയാല, ഒരു ഫുഡിനോടും ആഗ്രഹമില്ല, ഒന്നിനോടും സ്പെഷ്യൽ ഒരാഗ്രഹമില്ല. എന്താണെന്നറിയാവോ? അതിലൊക്കെ കവിയുന്ന സമാധാനം നമ്മുടെ അകത്ത് കയറും. പ്രൈസലോ. ദാവീദ് പറയുന്നില്ല, ധാന്യവും വീഞ്ഞും ഉണ്ടായതിലും സന്തോഷം യഹോവയുടെ ഹൃദയത്തിനകത്ത് നിറച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല എൻ്റെ വിഷയം. അതിനൊക്കെ അപ്പുറത്ത് എന്നെ രുചിപ്പിക്കുന്ന വീഞ്ഞ് എൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താഗതികളൊക്കെ മാറിയിട്ട് ആഴത്തിൽ ആത്മാവിലേക്ക് ഇറങ്ങണം. അനുഭവിച്ചേ പോകാവുള്ളൂ. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നവർ ഒരുമിച്ച് കൂടിയപ്പോൾ എന്തുണ്ടായെന്ന, ഇരിക്കുന്നിടം കുലുക്കി ഇറങ്ങി ആത്മാവ്. അടുത്ത് രണ്ടാമത്തെ സഭയുടെ അഭിഷേകമാണ്. ചില സഭയിലൊക്കെ ഒന്നാമത്തെ അഭിഷേകം വന്ന് നിൽക്കുക, രണ്ടാമത്തെ വന്നിട്ടില്ല. ഇനി അപ്പോസ്തല പ്രവൃത്തി വായിച്ചാൽ മൂന്നാമതൊരു അഭിഷേകമുണ്ട്. അതാണ് ഇൻ്റർനാഷണൽ സഭയുടെ അഭിഷേകം. ഇൻ്റർനാഷണൽ സഭയുടെ അഭിഷേകം ഈ സഭയിലോട്ട് വരത്തില്ല. ആദ്യം ഈ സഭയുടെ രണ്ടാമത്തെ അഭിഷേകം ഇവിടെ നിന്ന് കയറണം, എന്നിട്ടേ മൂന്നാമത്തെ അഭിഷേകം ഇറങ്ങത്തുള്ളൂ. ദാവീദിൽ 3 അഭിഷേകം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ അഭിഷേകം, രണ്ടാമത്തെ അഭിഷേകം, മൂന്നാമത്തെ അഭിഷേകം 12 ഗോത്രങ്ങളുടെ അഭിഷേകം. പിന്നെ അവൻ്റെ മധ്യ ശത്രുവില്ല, ഒരു പെരിസ്യരും അവൻ്റെ മുൻപിലില്ല, ഒരു അമാലേക്കരും അവൻ്റെ മുമ്പിലില്ല. അവൻ സ്വസ്ഥനാകുന്നൊരു അഭിഷേകം. ഇത് സഭ ഏറ്റെടുക്കുന്നതാണ്. ഇവിടുത്തെ വലിയ 50,000 1 ലക്ഷം സഭകളോട് ചോദിച്ചാൽ ഞങ്ങൾ ഇൻ്റർനാഷണൽ സഭയായി. കാരണം ഞങ്ങളുടെ മുമ്പിൽ ശത്രുവില്ല, ഞങ്ങളുടെ മുമ്പിൽ മന്ത്രിസഭയില്ല, ഞങ്ങളുടെ മുമ്പിൽ പാർലമെന്റ് ഇല്ല, ഞങ്ങളുടെ മുമ്പിൽ ഒരു ലീഡറുമില്ല. കാരണം ഞങ്ങളെ സ്വതന്ത്ര സഭയായി. ഇതൊക്കെ ഓരോ കാലഘട്ടങ്ങളുടെ അനുഭവമാണ്. കൊറിയയിൽ ചെന്നാൽ അവിടുത്തെ സഭയാണ് രാജ്യം ഭരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ കണ്ടു, സഭകളൊക്കെ ദേശം കൈയടക്കും. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ദേശം കൈയടക്കും, സഭ കൈയടക്കും. അതാണ് ദൈവിക പദ്ധതി. അതുകൊണ്ട് നിങ്ങൾ രണ്ടാമത്തെ അഭിഷേകം ഒന്ന് ശ്രദ്ധിച്ച്. എല്ലാവരും പരിശുദ്ധാത്മാവ്. എത്ര പേര് ഇവിടെ എല്ലാവരും നിറഞ്ഞവരുണ്ട്? ഈ സഭയിൽ ശരിക്കും ആരാധിക്കുന്ന എത്ര പേരുണ്ട്? നമുക്ക് മൂന്നാമത്തെ അഭിഷേകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ടാമത്തെ അഭിഷേകം ഇവിടെ എന്നാ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പൊ രണ്ടാമത്തെ അഭിഷേകത്തിന്റെ പ്രത്യേകത, സഭയിൽ എല്ലാവരും ആത്മനിറവ് പ്രാപിക്കും. ആരും പുറകോട്ടല്ല, ഒരു ഫാമിലിയും പുറകോട്ടല്ല, എല്ലാവരും നിറഞ്ഞിരിക്കുക. അതാ രണ്ടാം അഭിഷേകം. എല്ലാവരും, അവരിൽ ഒരുത്തം പോലും നിറവ് പ്രാപിക്കാത്തവനില്ല. അടുത്ത് ധൈര്യത്തോടെ പ്രസ്താവിക്കുന്നു. അടുത്ത എന്തായി? അഭിഷേകം ഇറങ്ങിയാൽ എന്തുണ്ടാകും? അഭിഷേകം അന്യഭാഷ പറയാനല്ല ഇറങ്ങുന്നത്. അഭിഷേകം ഇറങ്ങിയ യൂണിറ്റി ഉണ്ടാവും. സഭയിൽ ശരിക്കും യൂണിറ്റി ഉണ്ടാകണമെങ്കിൽ അഭിഷേകം ഇറങ്ങണം. അഡ്ജസ്റ്റ്മെന്റിൽ സഭ പോയില്ല.
ഭവനത്തിന് യൂണിറ്റി ഉണ്ടാകണോ, ഭാര്യ ഭർത്താവ് ബന്ധം, കുടുംബ കുഞ്ഞുങ്ങളിലെല്ലാം യൂണിറ്റി ഉണ്ടാകണോ, അഭിഷേകം ഇറങ്ങിയാൽ മതി. അഭിഷേകം ഇറങ്ങിയാൽ യൂണിറ്റി ഉണ്ടാവും. അപ്പോൾ രണ്ടാമത് അപ്പസ്തോലിക സഭയിൽ, അന്നത്തെ സഭയിൽ 4-ാം അധ്യായത്തിൽ ഇറങ്ങിയ അഭിഷേകത്തിൻ്റെ ഒന്നാമത്തെ ക്വാളിറ്റി എല്ലാവരും നിറഞ്ഞു. രണ്ടാമത് യൂണിറ്റി ഉണ്ടായി, ധൈര്യം വന്നു. ധൈര്യം അടുത്ത് അടുത്ത് മഹാശക്തിയോടെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യം. അടുത്ത് എല്ലാവർക്കും ധാരാളം, ഒരുത്തിനും മുട്ടില്ല. ഇതിപ്പോൾ ഒരു സഭയിൽ 100 ഫാമിലി ഉണ്ടെങ്കിൽ ഒരു 25 നേരെ പോകുന്നുണ്ട്. 75 വല്ലാതെ അങ്ങ് ജീവിക്കുക, വലിച്ച് ഉപസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ അങ്ങ് ഒരു വലിയ തടിലോറി കയറ്റം വലിക്കുന്ന പോലെ. എനിക്ക് ആദ്യമൊക്കെ അവരെ കാണുമ്പോൾ സങ്കടമായിരുന്നു. എനിക്കിപ്പോൾ അവരെ കാണുമ്പോൾ ഒരു പാരവാ. എന്നാണെന്നറിയാമോ, ഇവന് കാര്യം പിടികിട്ടാത്തോണ്ടാണ് ഈ വലിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, വായിച്ചേ ആ വാക്യം ഒരിക്കലും കൂടെ വായിച്ചേ. എല്ലാവർക്കും, എല്ലാവരുടെ മേലും ധാരാളം കൃപയുടെ ആത്മാവ്. അടുത്ത് അവരുടെ എന്തില്ല, മുട്ടില്ല. എന്ന് വെച്ചാൽ ഒരുത്തനെ എടുത്ത് നോക്കിയാൽ ആ ചർച്ചിൻ്റെ ക്വാളിറ്റി അറിയാം. എല്ലാവരുടെയും ക്വാളിറ്റി അത് തന്നെയാണ്. ഇതാണ് രണ്ടാമത്തെ അഭിഷേകം. മൂന്നാമത്തെ അഭിഷേകത്തിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ അഭിഷേകം ഈ സഭയെ വന്നിട്ട് മൂന്നാമത്തെ പ്രസംഗിച്ചാൽ പോരെ? അതല്ലേ നല്ലത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ ഒന്നുമായി തീരാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നുമായിട്ടുമില്ല. വളരെ ദൂരെ ഓടാൻ കിടക്കുന്നു, വളരെ ദൂരം പ്രാപിക്കാൻ കിടക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ആരെ ഒരു വിഷയം പോലും കുറ്റം പറയല്ലേ. ഭർത്താവിനെയോ കുഞ്ഞുങ്ങളെയോ കമ്പനിയോ ആരെയും കുറ്റം പറയണ്ട. ഞാൻ ബഹുദൂരം സഞ്ചരിച്ച് പ്രാപിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഞാൻ പ്രാപിക്കുന്ന അനുസരിച്ചായിരുന്നു എൻ്റെ കുടുംബം വിടിവിക്കപ്പെടേണ്ടത്. എനിക്കിതുവരെ സഹായിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ പരാജയത്തിൽ ആരും കുറ്റക്കാരല്ല. ചിലർ പറയല്ല അച്ചാൻ്റെ കുഴപ്പം കൊണ്ടാണ് പ്രോബ്ലം എന്ന്. അച്ചാൻ ഇവിടുത്തെ പ്രശ്നമല്ല. ചിലർ അമ്മാമ്മയുടെ കുഴപ്പം, അമ്മാമ്മയല്ല പ്രശ്നം. ശരിക്കും ആത്മസാന്നിധ്യം ഇറങ്ങിയില്ല. അതാണ് പ്രോബ്ലം. അല്ലാതെ ഒരു വ്യക്തിയോ ആരും കുറ്റക്കാരില്ല. കുറ്റം ഇവിടെ അഭിഷേകം ശരിക്കും വ്യാപരിക്കാത്തത് കൊണ്ട് ആ വിടുതലിലേക്ക് യഥാർത്ഥമായി എനിക്ക് എത്താൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ വിഷയം വിട്ടു. നമ്മുടെ കണ്ണ് കടച്ച് അല്പനിമിഷം കൂടെ ദൈവത്തെ സ്തുതിച്ച്. ദൈവത്തിന് ഈ ആത്മാവ് ഇപ്പോൾ സംസാരിച്ചത് പലത് എന്നോടല്ലേ, എൻ്റെ ജീവിതത്തോടല്ലേ. അടുത്ത ലെവലിൽ ചിന്തിക്കുന്നതിന് മുമ്പൊന്ന് ചിന്തിച്ച്, കർത്താവെ ഞാൻ ആരെ കുറ്റം പറയണം? എൻ്റെ ഭവനത്തിനകത്ത് പലപ്പോഴും കുറ്റം പറച്ചിലില്ലേ? പലപ്പോഴും എൻ്റെ ഭവനത്തിൽ പരസ്പരം പഴിയാറാറില്ലേ? മക്കളെ, ഭർത്താവിനെ, ഭാര്യയെ പഴിയാറാറില്ലേ? ജോലി സ്ഥലത്തെ പഴിയാറാറില്ലേ? ഇതൊന്നുമല്ല പരാതി പറയേണ്ടത്. യഥാർത്ഥത്തിൽ പരാതി എൻ്റെ മേൽ വ്യാപരിക്കേണ്ട അഭിഷേകമാണ്. യഥാർത്ഥത്തിൽ പരാതി മറ്റാരുമല്ല, എൻ്റെ മേൽ വ്യാപരിക്കേണ്ട ഒരു അഭിഷേകമുണ്ട്. അതാണ് എൻ്റെ പരാതി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തില്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തില് ഫില്ല് ചെയ്യട്ടെ. എല്ലാ ഹൃദയങ്ങളെയും എല്ലാ വ്യക്തികളെയും അഭിഷേകത്തിന്റെ അടുത്ത ലെവലിലേക്ക് മാറട്ടെ.
അന്തള കടകല ബൗഡ ബലവന അരകല അരകല ബൗഡ ബലബടവസി. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഇവിടെ ഇരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെയും നടുവിലേക്ക് ആത്മാവിന്റെ അടുത്ത ലെവലിൽ വ്യാപരിക്കട്ടെ. യെസ് യെസ്. അന്തല ബരബല ബൗഡാരിബല വൈഡച്ചാല ഭൂബലബേരി അരബല ബൗഡാർ ഈബലഭട്ട സമ്പലബാല ആരങ്കടകം സമ്പൽ കടകം വൈഡകലച്ചി സമ്പലബാര ദീബലബേരി വൈഡബലേരി അരബല ബൗഡാർ ഇബലക്കടക സന്തലബാല ഈബക്കട്ട സൂബലബേരി അരബല ബൗഡബല ചല ബൗഡാർ ഇബല രബന ദുരബല ബാല സന്തല ബാല റീബ പാല റീബലബേരി അരബല ബൗഡാർ ഇബല വൈഡാർ ഈബല ബേരി സന്തല ബാബല ഗുട്ട കുടകല ബാബല കട്ടകല അച്ഛന മാമല രാബല ബൗഡാർ ഇബല അരബല ബൗഡാർ ഇബല ബൗഡാർ ഈബല ബട്ട സമ്പല ബാല റീബല ബേരി രാബൽ കമ്പ ബാലബലേരി വൈഡബലേരി അന്തല കടക ബൗഡബലേരി ബൗഡബലച്ച സന്തല ബാബ രബല രബന രബലബലേരി. അഭിഷേകം ഇറങ്ങട്ടെ. രണ്ടാം ലെവലിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. വ്യക്തികളുടെ കുറവുകളെ മാറ്റുന്ന അവസ്ഥകളെ മാറ്റുന്ന അഭിഷേകം ഇറങ്ങട്ടെ. അന്തല ബാബല ബൗഡാർ ഇബല വൈഡ രാമ സമ്പപ്പാല റീബപ്പാല വൈഡപ്പാല ൂരബലച്ചല ബൗഡാരിവന വൈഡബലാരി സന്തലബാല വൈഡാജാല റീബലബാല വൈഡബലേരി ഹരബലച്ചല ബൗഡാരിബലെ വൈഡബലച്ച സമ്പലബാരി സന്തല ബൗഡ റീബലബേരി ഈബല ബൗഡാർ ഇബല വൈഡാർ ഈബലബേരി വൈഡബലച്ച സൂബലബേരി വൈഡബലാരി വണ്ടബലേരി അരബല ബൗഡാ ഇബലെ വൈഡേരി ഈബല ബാല റിബല റബനെ വൈഡബലേരി. Yes, 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 yes. അരവലച്ച സമ്പലബാരി ഘോടിബലേരി വൈഡബലാര ഹൂഡബലേരി അന്തലബാല സന്തലബാബല ബൗഡാരബല പൗഡബലേരി വൈഡബലേരി റിപ്പാല വൈഡച്ചാന ഭൂലപ്പാല വൈഡപ്പാര വൈഡബലേരി അന്തല കാകല വൈഡാരബല വൈഡബലേരി വൈഡബലച്ച സുബലാരബന വൈഡബലേരി അന്തലബാല വൈഡാജാല വൈഡബലേരി വൈഡബലച്ച സോബലബേരി വൈഡബലേരി തൂബലഘട്ട സമ്പലബാല നീബലബേരി വൈഡബലച്ച സൂബലബാബല ബൗഡാരബല. അഴിയട്ടെ അഴിയട്ടെ. അവകാശവാദങ്ങൾ അഴിയട്ടെ. ഓ ഓ ഹീലാബാല സംബാബാല സൗഡാബാല റീബാബാല അരബല ബൗഡ സന്തല ബാബല ഗുട്ടക്കുടകല ബാബല കട്ട കടച്ചി സംബ. അഭിഷേകം, ആത്മസാന്നിധ്യത്തിന്റെ അഭിഷേകം. അമ്പലമാട്ടല കട്ടക്കുടകം ആരബലച്ച സമ്പലബേരെ ആരബലച്ച സമ്പൽക്കോട കൗടച്ചാന തൂരപ്പാല. ഓ ഓ ജീവലബാല വൈഡബലാരി മുട്ടബലാരി ഹംദല രാജ വൈഡബലേരി അറ്റക്കാരി സൊമ്പപ്പാന ഭൂരപ്പാന വൈഡപ്പാന കൂടാരാതി അന്തകലാരി ബൗഡബലച്ച സൂരകടച്ച സമ്പൽ കടകം അരബല ബൗഡാരി ബലവാര സമ്പലബേരി ഹൈഡബലാരി ഓരിബലച്ച സമ്പൽ കൂടം സമ്പൽക്കാരി രൂപപ്പാനെ സമ്പൽക്കാരം ബാലകടേരി രൂപലമറ്റ് സമ്പലമാരി കോടികളേരി കടച്ചിമറത്തി സമ്പലമാരി മൂവലഘടകം സമ്പൽ കുടക സാബലഘട്ട സമ്പൽക്കാരി കൂടക്കടക സമ്പൽ കടകല വൈരാജിബല റിബല റിബല ദുരബലബാല സമ്പലബാല കോടിമത്തി സമ്പലാരി കോടേരാബ് സംഭാബാര സൗടാരാബ് സംഭാബാര
സൂരാപാല സംഭപാല കൗടാരാജി സൗഡബലച്ചന പൗഡബലച്ചന മൗഡാരിബല കന്തലപാര കടച്ച ഭരത്തി കൗഡബലേരി ഹല്ലേലൂയ റീബലബാല സംബലബാരി ദീബലവട്ട സംബല പൗഡബലച്ച ഭരത്തി കൗഡബലേരി ജപ്പാല രംബലബാരി ഗോടികളച്ച ഭരത്തി സമ്പൽ പാരകടേരി ഓ റിഖബാലി ഓ റിഖബാല രൂപബാന സീതാബാല പ്രബല ബൗഡാരി ബലബാരി സമ്പലബാരി കൗണബലച്ച് സമ്പലബേരി അരക്കടവ സമ്പൽ കടകം വൈഡബലച്ച സൊമ്പൽ കടകം അരബല ബൗഡാരി ബലവട്ട സമ്പലബാര കടച്ച് വരത്തി സമ്പലബാരി ദീബലബേരി അരഗന്ധബലം കുടബലവട്ട സമ്പൽ കടകല വട്ടവരത്തി സമ്പലബാര കടച്ച് വരത്തി ദൂരകലാരി അന്തലബേരി ഹല്ലേലൂയ. Praise the Lord. Praise the Lord. എല്ലാ അവകാശവാദങ്ങളും ഓരോന്നോരോന്നായി അഴിഞ്ഞു മാറട്ടെ. ദേശത്തിന്റെ അധിപതിയുടെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. നമ്മുടെ ശരീരങ്ങൾ ഫ്രീ ആകും. എല്ലാ ബോഡിയും ഫ്രീ ആകണം. അപ്പൊ രോഗബന്ധനങ്ങൾ അഴിഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ബോൺ പ്രോബ്ലംസുകളും എല്ലാ ജോയിന്റ് പെയിനുകളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ജോയിന്റ് പെയിനുകളും സൗഖ്യമാകട്ടെ. ഓ എല്ലാ ബാക്ക് ബോൺ പ്രോബ്ലംസുകളും സൗഖ്യമാകട്ടെ. Hallelujah. Praise the Lord. നമുക്കൊരു വിഷയത്തിലേക്ക് ചിന്തിക്കാം. ഇരുന്നു ഫ്രീ ആയിട്ടില്ല. ഇവിടെ ഉള്ളവരെയൊക്കെ ഇന്ന് രാത്രി ഫ്രീ ആക്കിയേ വിടത്തുള്ളൂ. ബോഡി ഫ്രീ ആകുമ്പോൾ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന അന്തരീക്ഷം ഫ്രീ ആയെന്ന്. നിങ്ങളിലൊക്കെ വ്യാപരിക്കുന്ന രോഗശക്തികൾ, നിങ്ങളുടെ അസ്ഥികളുടെ ജോയിൻറ്റുകളിൽ, മാംസപേശികളിൽ, നിങ്ങളുടെ ഹെഡ് ഏക്കിൽ, നിങ്ങളുടെ വിവിധ ഭാഗങ്ങളിലുള്ള രോഗബന്ധനങ്ങൾ, നിങ്ങളുടെ ഫൈനാൻസിൻ്റെ മേലുള്ള ടൈറ്റിങ്, നിങ്ങളുടെ ഫാമിലിയിലുണ്ടാകുന്ന പരസ്പര വാദങ്ങൾ, അതെല്ലാം ഇവിടെ വെളിപ്പെടുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പിരിറ്റുകൾ, ടൈറ്റാക്കുന്ന സ്പിരിറ്റുകൾ, ബോഡിയെ ടൈറ്റാക്കുന്ന സ്പിരിറ്റ്, ഇതൊക്കെ ഇവിടെ വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളിൽ ശരിക്കും ലൂസാകുമ്പോൾ ഞാൻ പറയാം. നമുക്കൊരു വാക്യം ചിന്തിക്കാം. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിക്കും. ഓരോ കാലഘട്ടങ്ങളിൽ ദൈവം ഓരോ ദേശത്തെ സന്ദർശിച്ചുകൊണ്ടിരിക്കും. അതിൽ ആത്മാവിന് കീഴ്പ്പെട്ട് കൊടുക്കുന്നവനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് ഇവിടുന്ന് 1000 കൂടുന്ന സഭയുണ്ടെങ്കിലും 10,000 പേരുണ്ടെങ്കിലും 100 പേടുന്ന സഭയുണ്ടെങ്കിലും ഏതിനകത്താണ് പരിശുദ്ധാത്മാവിന് മൂവ് ചെയ്യാൻ പറ്റുന്നത്, ആ സഭയോടുകൂടെ ദേശത്തിൻ്റെ ഉണർവ് വ്യാപരിക്കും. അത് ഏത് സഭയിലാണ് ആത്മാവിന് വളരെ ഫ്രീ ആയി മൂവ് ചെയ്യാൻ പറ്റുന്നത്, ആ സഭയെ ദൈവം ഉപയോഗിക്കും.
അത് ചെറിയവരെന്നുമില്ല, വലിയവരെന്നുമില്ല. ആത്മാവിന് മൂവ് ചെയ്യാൻ പറ്റിയാൽ ആത്മാവ് തൻ്റെ ആ ശക്തിയോടുകൂടെ പ്രകടിതമാകും. അതുകൊണ്ട് വർഷിപ്പിനകത്ത് എപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സ്പിരിച്വൽ ബോഡി നിങ്ങൾ അനുഭവിക്കണം. എല്ലാ വർഷിപ്പിലും. ഞങ്ങളുടെയൊക്കെ എല്ലാ ആരാധനകളും സൺഡേ പോലെ. ഇടയോഗം വെച്ചാലും സൺഡേയുടെ കൂട്ട. ഞങ്ങൾക്ക് സാക്ഷിയും സങ്കീർത്തനവും ഒന്നുമില്ല. ഞങ്ങൾക്കുള്ളത് വർഷിപ്പും മെസ്സേജും മാത്രമേ ഉള്ളൂ. വർഷിപ്പും മെസ്സേജും ലാസ്റ്റ് രോഗശാന്തി ശുശ്രൂഷയും. ഞങ്ങൾ അതേ കാണുന്നുള്ളൂ, വേറൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ആത്മാവിന് മൂവ് ചെയ്യണം. നമ്മൾ ഒരു പ്രവചനം കേട്ട് നമ്മൾ ശരി സുഖിച്ചിട്ട് പോയിട്ട് എന്തുണ്ടാകുന്ന നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു ഗുണവും ഉണ്ടാകാൻ പോകില്ല. എന്നാൽ ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിച്ചാണ് ഇന്ന് രാത്രി പോകുന്നെങ്കിൽ പലതും സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. ഇന്ന് രാത്രി നീ വിശ്വസിക്കണം, എൻ്റെ മേലൊരു ആത്മസാന്നിധ്യം ഇറങ്ങും. ഇതുവരെ ഇറങ്ങിയില്ല, ഇറങ്ങും. ഇത് പയ്യെ കത്തി ശരിക്ക് കത്തണം. പ്രൈസ് ദി ലോർഡ്. അതിനായിട്ട് നമ്മെ അങ്ങ് സമർപ്പിച്ചുകൊണ്ടിരിക്കണം. അത് അനുഭവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. ആത്മാവ് നിന്നെ അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കും. നമുക്കൊരു വാക്യം വായിക്കാം. ദൈവിക സന്ദർശനം ഏത് ലെവലിലാണ്? പുതിയ നിയമസഭയിലും പഴയ നിയമസഭയിലും സന്ദർശനം ഏത് ലെവലിൽ ഇറങ്ങി? നമുക്ക് സക്രിയ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം. ഒന്നാം വാക്യം. അവൻ മിന്നൽ പിണരുകളെ ഉണ്ടാക്കുന്ന ദൈവമാണ്. ഒരാത്മാ മഴ സഭയിൽ ദൈവം ഇറക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി അല്പനിമിഷം ചിന്തിച്ചിട്ട് നാം ആരാധിക്കും. ദൈവത്തിൻ്റെ സന്ദർശനമാണ് മഴ. ആത്മാവിൻ്റെ മഴ അക്ഷരീയമായി പെയ്യും, അറിയാമല്ലോ. അക്ഷരീയമായി പെയ്യും സഭയ്ക്കകത്ത്. നിങ്ങളുടെ ദേഹത്തെല്ലാം വെള്ളത്തുള്ളി വീഴുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഞാനൊരിക്കൽ പഞ്ചാബിൽ ശുശ്രൂഷിച്ചപ്പോൾ ഗോൾഡൻ ടെസ്റ്റ് വീണിട്ട്, സിൽവർ ടെസ്റ്റ് നിലത്ത് വീണിട്ട് കുഞ്ഞുങ്ങൾ കൈകൊണ്ട് വാരിക്കൊണ്ട് നടക്കും. എന്നുവെച്ചാൽ ആത്മാവിൻ്റെ സാന്നിധ്യം കട്ട പിടിച്ച് കട്ടിയോടിറങ്ങും. എല്ലാവരും വീഞ്ഞു കുടിച്ചവരെ പോലെ കൂടിക്കിടക്കും. അങ്ങനെയുള്ള സഭകളൊക്കെ നിങ്ങൾ ഇന്ന് നോക്കിക്കുക, 5000-10,000 പേരാ. 100 പേരിലാണ് ഇത് പകർന്നത്. പക്ഷേ ദേശത്തെ അത് പിടിച്ചെടുത്തു. അങ്ങനെയുള്ളൊരു അഭിഷേകം നിങ്ങളിലേക്ക് വ്യാപരിക്കണം. എന്നിട്ട് ദേശത്തെ നിങ്ങൾ പിടിക്കും. എല്ലാ ലെവലിലും പിടിക്കും. എല്ലാ ലെവലും സഭയ്ക്കകത്തുണ്ടാവും. ഫൈനാൻസ് ലെവല്, ഹീലിങ്ങിൻ്റെ ലെവല്, എല്ലാ ഡെലിവറൻസുകളും, അതിൻ്റെ എല്ലാ ലെവലുകളും കൂട്ടായ്മയ്ക്കകത്തോട്ട് വരണം. അങ്ങനൊരു അനുഭവത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നാം വായിച്ചത് ദൈവത്തിൻ്റെ സന്ദർശനം മഴയായി ഇറങ്ങുന്നു. എന്തിനാണ് ദൈവം സന്ദർശനം അയക്കുന്നത്? അതിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ച് ശരിക്കും വായിക്കണം. അതിൻ്റെ 3-ാം വാക്യം. കോലാട്ട് കൊറ്റന്മാരെ സന്ദർശിച്ച് മനോഹര തുരകമാക്കും. എന്നതാ?
ആടെന്തായി വരും? ആട് കുതിരയാകുന്നത് അഭിഷേകം. ആട് കുതിരയാകുന്നൊരു അഭിഷേകമുണ്ട്. ഇവിടെ 23-ാം സങ്കീർത്തനം വായിച്ച് ഇവിടെ ആട് ഇടയനം കൊണ്ട് നിറഞ്ഞിരിക്കുക. സഭ മുഴുവൻ ആരാ ഇപ്പോ? ആടാ. ആടിൻ്റെ പ്രോബളമാ സഭയ്ക്കകത്ത്. കർത്താവ് സൃഷ്ടിച്ച സഭയ്ക്കകത്ത് കുതിരയാ. ഈ ആടിൻ്റെ പ്രോബ്ലം അറിയാമല്ലോ. ഇങ്ങോട്ട് വലിച്ചാൽ അങ്ങോട്ട് പോകും, മുന്നേ നിന്ന് വലിച്ചാൽ പുറകോട്ട് വലിക്കും, പുറകിൽ നിന്ന് അടിച്ചാൽ ഇഷ്ടമുള്ളിടത്ത് പോകും. ഇതാ സഭ. അതിനെല്ലാവരും 23-ാം സങ്കീർത്തനം ശരിക്ക് വായിച്ച് പഠിച്ചിരിക്കുക. അപ്പൊ ഈ ആടെന്നുള്ള ആ ലെവൽ അങ്ങ് മാറണം സഭയ്ക്കകത്ത്. ലെവല് മാറി, എല്ലാം മാറി. ഇവിടുത്തെ കുതിരകളെ കണ്ടിട്ടില്ലേ? AC കണ്ടെയ്നർ, AC റൂം, ഡോക്ടേഴ്സ്, ആവശ്യമുള്ള ഫുഡ് അതാത് സമയങ്ങളിൽ, കാലാവസ്ഥയ്ക്ക് അനുസരണമായ റൂമുകൾ. ഇതാ ഇവിടുത്തെ കുതിര. ആടോ നിങ്ങൾ പോയി നോക്കിയിട്ടുണ്ടോ? എന്നും കൊന്ന് ഒരു സ്ഥലത്ത് കിടക്കുക. എന്തെങ്കിലും ചവയ്ക്കാൻ കിട്ടണം, അവിടെ കിടക്കും. അഭിഷേകം മാറുമ്പോൾ നിന്റെ എല്ലാം മാറും. ചിലര് ആടായിട്ടങ്ങ് കിടക്കും, എന്തെങ്കിലുമൊക്കെ തിന്ന് അങ്ങ് ജീവിക്കും. എങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. സഭ അതല്ല, അങ്ങനൊരു അഭിഷേകമല്ല. പത്രോസ് ആടായിരുന്നു, പിന്നെ അവൻ കുതിരയായി. മർക്കോസിന്റെ മാളികമുറി വരെ ആടും, മാളിമുറി നിറങ്ങി കുതിരയും. രണ്ട് നേരെ വ്യത്യാസമാണ്. ഇത് നിങ്ങളിൽ സംഭവിക്കണം. അഭിഷേകം അതിനെ അയക്കുന്നത്. അഭിഷേകം അയച്ചത് കരഞ്ഞ് നിരാശപ്പെട്ട് 2 അന്യഭാഷയും പറഞ്ഞ് 3-4 ദിവസം പട്ടിണിയും കിടന്ന് ഇങ്ങനെ ജീവിച്ച് പോവുക. എന്ത് വിഷയം വന്നാലും ഉപവാസം, എന്ത് വിഷയം വന്നാലും ഉപവസിക്കുമ്പോൾ തന്നെ ചിന്തിച്ചോണം, റെഡിയായിട്ടില്ല. വിശ്വാസത്താൽ പ്രാപിക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്താൽ പ്രാപിക്കുന്നത്? ഉപവസിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട സകല കാര്യങ്ങളും ഉപവസിച്ച് ഏറ്റെടുക്കുന്ന പരിപാടിയാണ് നമുക്കുള്ളത്. അതുകൊണ്ട് ദൈവം എന്തെങ്കിലും തരണമെങ്കിൽ, ദൈവത്തിന് ഫ്രീ ആയിട്ട് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവനൊരു 3 ദിവസം ഇരിക്കും. കാരണം അത് പ്രവചിക്കുന്ന പാർട്ടിയും വേറെ, ഇത് രണ്ടും കൂടെ ആകുമ്പോൾ കണക്റ്റായി. 3 ദിവസം ഇരുന്നു. എടാ നീ ഉപവസിച്ചില്ലേലും കിട്ടുന്ന കേസാണ്. സാത്താൻ നിന്നെ 3 ദിവസം ഇരുത്തും അവിടെ. ഈ അറ്റ കൈയുള്ള ജീവിതത്തിൽ, അതുകൊണ്ട് വേറെ കൈയില്ല. വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഉപവസിച്ച് മാത്രമേ പ്രാപിക്കത്തുള്ളൂ എന്ന് ശാഠ്യം പിടിച്ചിരിക്കുക. ധൈര്യത്തോടെ ഏറ്റെടുക്കേണ്ട പല കാര്യങ്ങളും ഉപവസിച്ച് ഏറ്റെടുക്കത്തുള്ളൂ. വിശ്വസിച്ച് ഏറ്റെടുക്കേണ്ട പല കാര്യങ്ങളും ഉപവസിച്ച് ഏറ്റെടുക്കത്തുള്ളൂ. ഇതൊക്കെ പാരമ്പര്യമാണ്. മറിച്ച് നീ ദൈവത്തിൻ്റെ മകനാ. നിങ്ങളുടെ മക്കൾ വന്ന് ഉപവസിച്ചാലേ വല്ലതും കൊടുക്കത്തുള്ളൂ. നിങ്ങൾ മക്കൾ ഉപവസിച്ചാൽ ഡ്രസ്സ് മേടിച്ച് കൊടുക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? മക്കളെ കൊണ്ട് ഉപവസിപ്പിച്ചിട്ട് വണ്ടി മേടിച്ച് കൊടുക്കത്തുള്ളൂ? പറ. അങ്ങനെയാണ് സ്വർഗത്തിലെ എൻ്റെ അപ്പൻ അതിലും കൂടുതൽ എന്നെ സ്നേഹിക്കുന്നവൻ ഞാൻ ഉപവസിച്ചാലേ തരത്തുള്ളൂ.
എന്താ പറ്റിയെന്നറിയോ? നമ്മൾ എടുത്തിരിക്കുന്ന റൂട്ടതാ, നമ്മുടെ റൂട്ടതാ, നമ്മുടെ മനസ്സ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. ദാനിയേലിനെ വിളിച്ചു ചോദിച്ചാൽ ആനി പറഞ്ഞു സിംഹക്കുഴി പോകുന്നൊക്കെ നേരത്തെ അറിയാമായിരുന്നു, പക്ഷേ ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചില്ല. ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു പോരുന്ന പാർട്ടിയാണ്, സ്ഥിരമായിട്ട് അടുത്ത് നിൽക്കുന്ന ഞാൻ എന്തിനാ ഉപവാസം? കർത്താവ് നമ്മളിവിടെ കയ്യെ പിടിച്ച് നടക്കുന്ന വഴിക്ക് നമ്മുടെ മുമ്പിൽ പ്രശ്നം വന്നു, നമ്മൾ ഉപവസിച്ചാലേ കർത്താവ് നമ്മുടെ കൈക്ക് നിന്ന് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ. എടാ, നീ നേരെ തന്നെ പിടിച്ചോണ്ടിരുന്നു, അത് തന്നെ നേരെ കൊണ്ടുപോയിരിക്കും. കർത്താവ് നമ്മളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തോളെ കൈയിട്ടുള്ള സ്നേഹബന്ധമാണ്. അവൻ നമ്മുടെ ഫ്രണ്ട്സാണ്, അവനോട് ചേർന്ന് അങ്ങ് സഞ്ചരിക്കുക. അവിടെ നമ്മുടെ പ്രോബ്ലങ്ങൾ അവൻ്റെ പ്രോബ്ലമാണ്, അവിടെ നമ്മുടെ പ്രശ്നങ്ങൾ അവൻ്റെ പ്രശ്നമാണ്. നീ അതിൻ്റെ പിന്നിൽ പ്രത്യേകിച്ച് വൈബ്രേഷൻ ആകേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുവേണ്ടി ഒരു പ്രത്യേക നിലവിളിയുടെ ആവശ്യമില്ല. കർത്താവ് പടകിൽ സഞ്ചരിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ അയ്യോ, കർത്താവ് ഒരൊറ്റ ശാസനയാണ്, കടലിനെ പോലും ഇത്രയും ശാസിച്ചില്ല. കർത്താവ് കടലിനോടും കാറ്റിനോടും പറയാൻ ഒരല്പം മയം ഉണ്ടായിരുന്നു. എഴുന്നേറ്റത് ഇവന്മാരെ നോക്കി ഒരൊറ്റ 2 ശാസനയായിരുന്നു. അത് കഴിഞ്ഞാൽ കടലിനെ ശാസിച്ച്. കാരണം എന്താണെന്നറിയോ? കൂടെ നടന്നിട്ടും അവിശ്വാസം, നിരാശ, ടെൻഷൻ, നിലവിളി. എടാ, കടലിൽ ഈ ബോട്ട് താന്നാൽ കർത്താവും പോയില്ലേ? നീ അതെങ്കിലും ഒന്ന് ചിന്തിച്ചാ പോരെ. ഇത് താഴോട്ട് പോയ എൻ്റെ കർത്താവും പോയില്ല. കർത്താവ് കടലിനടിയിലാണ്, ഞാനും കടലിനടിയിൽ. അപ്പോൾ കർത്താവ്, നീ ഞാൻ പലപ്പോഴും നോക്കുന്നത് എന്താ? കർത്താവ് വെള്ളത്തിൽ പോലെ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ചിന്ത കൊണ്ടല്ലേ ഈ കാറിയത്. തെറ്റിപ്പോയി. നീ ഉപവസിക്കാതെ കഷ്ടത്തിൽ ഏറ്റവും കൂടുതൽ നിരാശയിലിരിക്കുമ്പോൾ നിന്റെ അടുത്ത് സാത്താനല്ല, കർത്താവ്. നീ ഏറ്റവും 40 ദിവസം ഉദിക്കുമ്പോൾ ചിന്തിച്ചാണ് 40 ദിവസം പൂശാശ് അടുത്ത് നിൽക്കുക. നമ്മുടെ കാഴ്ചപ്പാടൊന്ന് മാറ്റിക്കേ. ഇതൊക്കെ തെറ്റായ ചിന്താഗതിയാ. ഇതൊക്കെ പാരമ്പര്യമായി ഇങ്ങനെ കയറിയിരിക്കുക. ഒത്തിരി കാര്യം ഇതിൻ്റെ കൂടെ പാരമ്പര്യം കയറിയിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ എത്ര പാഷന്മാരുടെ ഭൂതം ഇറക്കിയിട്ടുണ്ടെന്നറിയോ? 40 ദിവസം കൂസിച്ച പാഷന്മാരുടെ ഭൂതം ഇറക്കും. പിന്നെ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവും നാമും തമ്മിലുള്ള സ്നേഹം ഉപവാസത്തിനകത്തല്ല. അവൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല. എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. അത് നിനക്ക് കഷ്ടത്തിനാവുമ്പോൾ ഏറ്റവും അടുത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ സ്നേഹം അത്ര ഭയങ്കരമാണ്. അത് രുചിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ അതിനോടൊപ്പം ടേസ്റ്റായ ഒന്ന് വേറൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ രാത്രി ദൈവസനിലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ യേശുവിൻ്റെ സ്നേഹം അങ്ങനൊന്നും പറിച്ചു കളയുന്ന കേസല്ലിത്. ഒരു ദിവസം പ്രാർത്ഥിക്കാതെ കിടന്നാൽ പിറ്റേ ദിവസം രാവിലെ കർത്താവ് വണ്ടി വിടുവോ?
പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി ഉപദേശിക്കുകയല്ല. നീ ഒരു ദിവസം പ്രാർത്ഥിക്കുക കിടന്നു. ചിലർ ചിന്തിക്കുന്ന മാസത്തിൽ 3 ദിവസം കൂത്തിച്ചില്ല കർത്താവ് കൂടെ വരികയെന്ന. വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതൊന്നും ഒരു നേർച്ചയല്ല, ഇതൊന്നും ഒരു ചടങ്ങല്ല. കർത്താവ് നമ്മെ ആഴമായി സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ മോൻ വെള്ള വീണ് കിടക്കുക, വെള്ളത്തിൽ. അവനെ നിങ്ങൾ വേണ്ടെന്ന് പറയുമോ? നമ്മൾ ഓടി അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ ഡ്രസ്സ് മാറി അവനെ കയ്യിലെടുത്തുകൊണ്ട് വരും. ഇതുപോലെ നിന്നോടുള്ള ബന്ധത്തിൽ കർത്താവ് നിന്റെ തകർച്ചയിൽ അവൻ നിന്നെ കോരിയെടുക്കും. ആ സ്നേഹം ഉണ്ടെന്ന് ശരിക്കും മനസ്സിലാക്കുക. എന്നിട്ടൊന്ന് ഫ്രീ ആകണം. ദൈവാത്മാവ് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങൾ ഫ്രീ ആകാൻ വേണ്ടിയാ. നിങ്ങൾ ഫ്രീ ആകണം. അവൻ്റെ സ്നേഹം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകത്തില്ല. ഇവിടെ നാം വായിച്ചത്, അവൻ അഭിഷേകം അയച്ച് തൻ്റെ ആടുകളെ എന്താക്കി? കുതിരകളാക്കി. ആടും കുതിരയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ, ആ കുതിരയുടെ അഭിഷേകത്തിന് കുതിരയ്ക്ക് ജീവിക്കാൻ പറ്റിയ എല്ലാ സിറ്റുവേഷനും ഉണ്ടാവും. ആടിൻ്റെ അഭിഷേകം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിടെയെങ്കിലും കിടന്ന് എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന ലെവലിലേക്ക് മാറും. ദൈവാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഏറ്റെടുത്ത ഒരു സഭയ്ക്കും താഴോട്ട് നോക്കേണ്ട വന്നിട്ടില്ല. ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്ത ഒരു ശുശ്രൂഷകനും ഒരു നാളിൽ ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. ഇതാണ് അഭിഷേകത്തിൻ്റെ വ്യത്യാസം. ഒരു നാളിൽ ലജ്ജിക്കേണ്ടി വരത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു കുതിരയുടെ അഭിഷേകമാണ്. ആടിനെ കുതിരയാക്കും. ബോഡി പോലും ചേഞ്ച് ആവും. ബോഡിയിൽ പോലും വ്യത്യാസമുണ്ടാകും. മെൻ്റലി ചിന്താഗതിക്ക് വ്യത്യാസമുണ്ടാകും. നമ്മുടെ എല്ലാ വിചാരങ്ങളും ചേഞ്ച് ആവും. നമ്മൾ സ്നേഹം ആഴമായി കൊടുക്കാനുണ്ടാവും. ആരും നമ്മളെ സ്നേഹിക്കണമെന്നില്ല, ആരും നമുക്ക് കൈ തരണമെന്നില്ല, ആരും നമ്മളെ കൊള്ളാമെന്ന് പറയണമെന്നില്ല. ചിലർ കണ്ടല്ലോ, ചിലർ കൈ കൊടുത്തില്ല, അയ്യോ അവിടെ എന്തെങ്കിലും തോന്നി നമ്മൾ ആ പണം ചിലർ ഭാരത്തിലായി. ചിലർ തമ്മിൽ നോക്കി ചിരിച്ചില്ല, പ്രോബ്ലത്തിലായി. ചിലർ ഫോൺ വിളിച്ചില്ല, പ്രോബ്ലത്തിലാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തുവിൻ്റെ സ്നേഹം ആരും നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും എല്ലാവരെയും കുടിപ്പിക്കാൻ പറ്റിയ സ്നേഹം, യേശുവിൻ്റെ സ്നേഹം നമ്മളുടെ കൂടെ ഉണ്ട്. ആരും നമ്മെ എൻകറേജ് ചെയ്യണമെന്നില്ല, ആരും നമ്മൾ കൊള്ളാമെന്ന് പറയണമെന്നില്ല. അതിലേക്ക് ആഴമാണ് യേശുവിൻ്റെ സ്നേഹം. യേശുവിൻ്റെ സ്നേഹം നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആർക്കും സ്നേഹം കൊടുക്കാൻ നിനക്ക് പറ്റും. ആരെയും നിന്നും വാങ്ങാൻ നീ ശ്രമിക്കണ്ട. എന്നെ ഇന്നയാൾ സ്നേഹിക്കണമെന്ന് കരുതി നീ ഇടപെടണ്ട. യേശുവിൻ്റെ സ്നേഹം സൗജന്യമായി അവനെ സ്നേഹിക്കാൻ പറ്റും. അവരെന്നെ സ്നേഹിച്ചാൽ ഞാൻ അവരെ സ്നേഹിക്കും, അവരെന്നെ സ്നേഹിക്കാൻ, അങ്ങനല്ല. അവർ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കും. കാരണം എന്നിലൂടെ യേശുവിൻ്റെ സ്നേഹം അളവറ്റമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആര് കൈയടിച്ചാലും കൈ തന്നാലും കൈ, മുഖം കറുത്താലും മുഖം കറുത്തില്ലെങ്കിലും, ആര് സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് അവരെ എല്ലാം സ്നേഹിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. കാരണം ഒരു സ്നേഹത്തിൻ്റെ നദി എന്നിലൂടെ ഒഴുകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊക്കെയാ കുതിരയായി മാറുന്നത്. എല്ലാ രംഗവും സെറ്റ് ചെയ്യും. ഇനി വായിച്ചേ, ഇയ്യോബിൻ്റെ പുസ്തകം 39-ാം അധ്യായം 19-ാം വാക്യം. നീയാണ് ശക്തി കൊടുത്തത്. അടുത്ത് നിനക്കതിനെ വെട്ടിക്കിളിയെ പോലെ കുതിര എന്ത് ചെയ്യാൻ പറ്റിയല്ല, വെട്ടിക്കിളിയെ പോലെ ചാടിക്കാൻ പറ്റിയല്ല. അവനൊരു സ്റ്റാൻഡ് ഉണ്ട്, അവൻ അങ്ങനെ അങ്ങ് നിൽക്കും. ചിലർ കാണിക്കുന്നില്ലേ, സാത്താന് ചിലരെ ഇഷ്ടം പോലെ എടുത്തിട്ട് ചാടിക്കാം. ഒരു വാക്ക് കേട്ടാൽ മതി, ഇതേ കിടക്കും താഴെ. ഏലിയാവൊക്കെ ആടായിരുന്നു, ഭയങ്കര ഇസ്രൂരി ഉണ്ടെങ്കിലും.
ഒറ്റ വാക്കിന് പുള്ളി താഴെ പോയി. ആകാവിന് ഇഷ്ടം പോലെ പുള്ളിക്കാരനെ ചാടിക്കാൻ പറ്റി. ഇസബേൽ നോക്കിയപ്പോൾ ഒറ്റ വാക്കിന് സകല ശുശ്രൂഷയും ബ്ലോക്ക് ചെയ്ത് കടം മടക്കി പുള്ളി പറഞ്ഞു ഞാൻ ചത്തുകളയാന്ന് പറഞ്ഞു. അവരുടെ വ്യാപാരമല്ല, അവരുടെ മേൽ വ്യാപരിച്ചതല്ല നമ്മുടെ മേലുള്ളത്. ഏലിയാവിനെ പ്രസംഗിക്കാൻ കൊള്ളാം, ഏലിയാവിനെ അനുഭവിക്കാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഏലീശ പറഞ്ഞ യജമാനെ ഒന്നും തോന്നല്ലേ, എനിക്ക് ഇരട്ടി ശക്തി വേണം. യജമാൻ ഈ കിടന്നൊന്ന് നിരാശപ്പെട്ടവൻ ടെൻഷൻ അടിച്ചൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന യജമാൻ ഇവിടുന്ന് പോയാൽ ഇതിലും വലിയ ശക്തിയില്ല, എനിക്കിവിടെ ജീവിക്കാൻ പറ്റിയാൽ യജമാനെ പോലെ ആകാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു എനിക്ക് എന്ത് വേണം, എനിക്ക് ഡബിൾ പോർഷൻ വേണം. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. വെട്ടിക്കിളിയെ പോലെ ഇവനെ എന്ത് ചെയ്യാൻ പറ്റിയാല, ശരിക്കൊരു ദൈവ പൈതലിനെ സാത്താൻ ഒന്നും ചെയ്യാൻ പറ്റിയാല. ഏത് മന്ത്രവാദങ്ങളും ഏത് പൈശാചിക യാഗം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം മൈസൂരിലായിരുന്നു. മൈസൂർ സിറ്റി മുഴുവൻ പിടിച്ചു വെച്ചിരിക്കുന്ന അവിടുത്തെ യൂണിവേഴ്സൽ മാതാവ് എന്ന് പറഞ്ഞ ഒരു മാതാവാണ്. അതൊരു വലിയ മലയുടെ മണ്ട. അവിടെ എല്ലാവരും രാപകൽ ആൾക്കാരിങ്ങനെ നമ്മുടെ അവിടുത്തെ കാട്ടിലിരിക്കുന്ന പുള്ളിയുടെ കൂട്ട് തന്നെയാണ്. ഭയങ്കര ബഹളമാണ്. കാട്ടിലിരിക്കുന്ന പുള്ളിയാരെ നമ്മുടെ നാട്ടിൽ ആ പുള്ളി ഇരിക്കുന്ന പോലെ ഈ പുള്ളിക്കാരിക്ക് ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ എന്നോട് പറഞ്ഞു ഇതൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ നേരെ കാറ് പിടിച്ച് രാത്രി അങ്ങോട്ട് ചെന്ന് അമ്പലത്തിന് ചുറ്റും എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചു. എന്നോട് അമൃത്സറി മീറ്റിംഗ് വെച്ച അവിടുത്തെ ഭാഷയിൽ തോന്ന് നമുക്ക് ഗോൾഡൻ ടെമ്പിളിനകത്ത് പ്രാർത്ഥിക്കണമെന്ന്. നേരെ ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറി സർദാർമാരെ ആ വലിയ പദവിക്കകത്തിട്ട് കയറുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഇതിനെ ഓഫ് ചെയ്യുന്നു. ഇതൊന്നും നമ്മളെ തൊടത്തില്ല. ഇത് പാരമ്പര്യമായിട്ട് നമ്മളെ പറഞ്ഞ് പിടിപ്പിച്ചിരിക്കുന്ന അവിടെ ബന്ധനം ഇവിടെ ബന്ധനം, അത് തൊട്ടാ ബന്ധനം ഇത് തൊട്ടാ ബന്ധനം. ഇത് നിന്റെ മനസ്സിലുള്ളോത്രം കാലം സകല ബന്ധനവും നിന്റെ കൂടെ വരും. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല. യേശു എന്നാ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും. യേശു പറഞ്ഞ കേൾക്കണോ? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുക. നീ അതിനെ ചവിട്ടും, നീ അതിനെ മെതിക്കും. ബാലസിംഹങ്ങളെയും പെരുമ്പാമ്പുകളെയും മെതിക്കും. മെതിക്കണേ കുതിരയെ കൊണ്ടേ പറ്റത്തുള്ളൂ, ആടിനെ കൊണ്ട് പറ്റുമോ? ആടിനെ കൊണ്ട് റോഡരികി കെട്ടിയിട്ടിട്ട് നീ ഒരു വണ്ടി അതിലെ ഓടിച്ചു നോക്കിയാൽ കുറ്റിയും കാണിയല്ല ആടും കാണിയല്ല. അതുപോലെ വിശ്വാസികൾ എന്തെങ്കിലും പ്രോബ്ലം അവിടുന്ന് വരുന്ന കണ്ടാൽ മതി, ആ ദേശത്ത് കാണിയല്ല. പിന്നെ ഒരു വസ്തു മേടിക്കാൻ നാട്ടിൽ പോയി ആരെങ്കിലും പറഞ്ഞു അവിടെ വലിയ പ്രശ്നമുണ്ടെന്ന്, പിന്നെ പുള്ളിക്കാരൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയാല. എടാ, പ്രശ്നമുള്ള വസ്തുവിൽ താമസിക്കേണ്ടത് നമ്മളാണ്. ഏറ്റവും ബന്ധനമുള്ള വീട് നീയാണ് വാടകയ്ക്ക് എടുക്കേണ്ടത്. കാരണം അവിടെ നീ താമസിക്കുമ്പോൾ മറ്റൊന്നും വണ്ടി വിടും. അങ്ങനെ അതിൻ്റെ ലെവല്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു വരുത്തിരിക്കുന്ന അവിടെ പോയി താമസിച്ചോളണം, അവൻ നിൻ്റെ കൂടെ വരുമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഈ പുത്രത്വം എന്ന് പറഞ്ഞാൽ ചില്ലറ കേസല്ല. നീ പുതിയതായിട്ട് ജനിക്കേണ്ടി വരും. നമ്മൾ കുതിരയാ, നീ മെതിക്കാൻ മാത്രമാണ് നിന്റെ തൊഴിൽ. വെട്ടിക്കിളിയെ പോലെ അവനെ എന്ത് ചെയ്യാൻ പറ്റിയാല, ചാടിക്കാൻ പറ്റിയാല. വെട്ടിക്കിളിയെ പോലെ ചാടുന്ന ആട് ചാടും. ഒരു ചെറിയ ശബ്ദം കേട്ടാൽ മതി, ഉടനെ ചാടും. സഭയ്ക്കകത്ത് ആടുകൾ കാരണമാണ് ഈ പ്രോബ്ലം. ഇത് കൂട്ടിയിടിക്കും, ബഹളം, ഭയങ്കര അടിയും ബഹളവും, പേടിയും ടെൻഷനും നിരാശയും. എങ്ങനെയും ഒക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. എന്നാൽ ആടെല്ലാം കുതിരയായാൽ
അതിൻ്റെ അഹങ്കാരത്തോടു കൂടി ആയിരിക്കും വരുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ, അവൻ വെട്ടുക്കിളിയെ പോലെ ചാടിക്കാവോന്ന്. വെട്ടുക്കിളിയെ പോലെ ചാടിക്കാൻ കുതിര പറ്റത്തില്ല, ആടിനെ പറ്റും. എന്തെങ്കിലും പ്രോബ്ലം, നാളെ രാവിലെ ജോലി പോയെന്ന് പറഞ്ഞിട്ട് ഒരു കുതിര കിടന്ന് അവിടെ തന്നെ ഇരിക്കും സ്റ്റാൻഡിൽ. കുതിര പറയും ഇതല്ല ഇതിലും വലിയ ജോലി വരുന്നെന്ന് പറയും. ആടാണ് തീർന്ന്, പിന്നെ വലിച്ചോണ്ട് വന്നവർ ഓടുന്നത്. കുതിരയാണെങ്കിൽ അത് അടുത്തും വെല്ലു താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും കുതിര പിന്നെ അടിച്ച് നിൽക്കുക അടുത്തോടത്തോട്ട്. ഇത് പോയാൽ ഇതിലും വലുത് വരുമെന്ന് പറഞ്ഞ് കുതിര നിൽക്കും. ആടത് പോയല്ലോ എന്നുള്ള ടെൻഷനിലാവും. നമ്മുടെ മേൽ യാവരിക്കുന്ന അഭിഷേകം അതാ. അപ്പസ്തോല പ്രവൃത്തി വായിച്ചാൽ മുഴുവൻ ഇടിച്ചും പൊളിച്ചുമുള്ള പോക്കായിരുന്നു. വായിക്കണം, 1 അധ്യായം പോലെ അങ്ങോട്ട് പൊളി ഇടിയും തുടങ്ങിയിട്ട് തൊട്ടവനെയും പിടിച്ചവനെയും കാരാഗ്രഹം മുഴുവൻ ഇടിച്ചും പൊളിച്ചങ്ങ് പോക്കാണ്. ഒരു ബ്ലോക്ക് ഇല്ല അവിടെ. ഈ രീതിയിലുള്ള അഭിഷേകമാണ് പുത്തൻ അഭിഷേകം. ആ അഭിഷേകമാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. എവിടെ തൊട്ടാലും തൊടുന്നവന് പൊള്ളും, എവിടെ ചവിട്ടിയാലും അവിടെ അവകാശമാക്കും, എവിടവും ഏത് ബന്ധനങ്ങളെ ഇടിച്ചു പൊളിച്ചു പോകും. അതാണ് സഭ. അതിനകത്തെ വിശ്വാസികളാകുന്ന നമ്മളിലും അതേ അഭിഷേകം വ്യാപരിക്കണം. അപ്പൊ കുതിരയെ വെട്ടുക്കിളിയെ പോലെ എന്ത് ചെയ്യാൻ പറ്റിയല്ല, ചാടിക്കാൻ പറ്റത്തില്ല. ദൈവമക്കൾ കുതിരയായാൽ, ഈ സഭ മുഴുവൻ കുതിരയായാൽ ചിന്തിച്ചു നോക്കിക്കേ. ഇവിടെ ഒരു ടെൻഷനുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. അടുത്ത വാക്യം വായിച്ചേ. അതിൻ്റെ ഹുങ്കാരപ്രതാവും ഇവന് കുതിരയായിട്ട് നിപ്പും അവൻ്റെ വരവും. ഇത് കണ്ടിട്ടില്ലേ? ഞാൻ പണ്ട് ദുബൈയിൽ ഷോപ്പിംഗ് മാളിൽ നിൽക്കുമ്പോൾ 2 ബന്ധക്കോസുകാർ സഹോദരിമാരെ ദൂരെ നിൽക്കുന്നുണ്ട്. നോക്കിയപ്പോൾ ഉപവസിച്ച് കണ്ണും തള്ളി ഒരു ബൈബിൾ എടുത്ത് ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ഇവരാരോട് സൂചാറ്റം പറയാനാ? നീ കുതിരയാണെങ്കിലുണ്ടല്ലോ, നിന്റെ നടപ്പും നിന്റെ വരവും നിന്റെ ഇരിപ്പും അതിൻ്റെ സ്റ്റാൻഡേർഡിലായിരിക്കും. ഏത് പ്രശ്നത്തെ നീ കൂശത്തില്ല, ഒരു പ്രോബ്ലത്തെ നിന്റെ മുമ്പിൽ വരത്തില്ല. നീ എൻജോയ് ചെയ്ത് ജീവിക്കും, സന്തോഷിച്ച് ജീവിക്കും. ഏത് പ്രോബ്ലത്തിൻ്റെ മുടിവിലൂടെ പോകുമ്പോൾ നീ സന്തോഷിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രോബ്ലത്തിന് നിന്നെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. എത്ര വലിയ പ്രതികൂലങ്ങളെ നീ ചാടിക്കടന്നിരിക്കും, തളർച്ചയില്ല. നമ്മുടെ നാട്ടിലൊക്കെ സാക്ഷി സഭകളിൽ പറഞ്ഞ ഇവൻ്റെ സാക്ഷ്യം കേട്ട സഭ മുഴുവൻ കരയും. എല്ലാവരും പറഞ്ഞ് ഭയങ്കര പ്രോബ്ലമാണ്. കരയുന്ന സാക്ഷ്യത്തിനാണ് നമ്മളെ വിളിച്ചേ. എടാ, നിന്റെ വാക്കിലെ വാക്കുകൾ മറ്റുള്ളവൻ്റെ ധൈര്യം പകരണം. അവനാണ് കുതിര. കുറേ പ്രോബ്ലങ്ങൾ വാരിപ്പൊക്കി വിളിച്ചു പറയുന്നതല്ല, ഏതിനെ കടിച്ചമർത്തി മുന്നോട്ട് പോകുന്നതാണ്. ഏതിൻ്റെ മേലും ജയിച്ചു പോകുന്നതാണ് കുതിര. ഒരു ഭാഗത്തും തളരാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് കയറിയാൽ ആ ജോലി സ്ഥലം നാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. ജോലി സ്ഥലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കണം. നമുക്കെതിരായി നിൽക്കുന്നവൻ അവിടുന്ന് പോയിരിക്കണം. ആ ലെവലിലാണ് നമ്മുടെ കയറ്റം. അല്ലാതെ ഈ തളർന്ന് നിരാശപ്പെട്ടൊരു അനുഭവം ഇനി ഉണ്ടാകല്ലേ. എന്താ കാരണം അറിയാം? കർത്താവ് എത്രയോ കാര്യം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ നമ്മൾ കാണിയല്ല. കർത്താവ് പ്രവർത്തിക്കാൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു? ആ ഓഫീസിൽ നിന്ന് 4 ഓഫീസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ഓട്ടം. നീ അവിടെ നിന്ന് നിന്ന് കൊടുത്ത് നോക്കിക്കേ, ദൈവം ഇടപെടാൻ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൈവം അവിടെ ഇറങ്ങി വന്ന് നിൽക്കും നിനക്ക് വേണ്ടി. ദൈവം ഇറങ്ങി വരുമ്പോൾ നീ അവിടെ കാണണം. നീ അവിടുന്ന് ഭയപ്പെട്ട് ഓടിക്കളയല്ലേ. അടുത്ത വാക്യത്തിലേക്ക് വായിച്ച്, അവൻ്റെ ഉങ്കാര പ്രതാപം ഭയങ്കരമായ പ്രതാപമാണെന്ന് വെച്ചാൽ അഭിഷേകത്തിൽ നിറഞ്ഞ് അവൻ വന്ന് കസാരയിലോട്ട് കയറിയിരുന്നാൽ പിന്നെ അന്യഭാഷ അങ്ങ് തുടങ്ങുക.
വീട്ടിൽ നിന്ന് അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് വന്നേ. ഇവൻ വരുന്ന വഴിക്ക് ആരാധിച്ച് കസാരയെ കയറുന്ന ആരാധന തുടങ്ങി. ഇവൻ്റെ വരവും ഇവൻ്റെ ആരാധനയും ഇവൻ്റെ വരവും കൂടെ കണ്ടാൽ മനസ്സിലാകും ഇവനൊരു കുതിരയാണ്. ഇതങ്ങനെ ഇവിടെ പലരും വന്നിടുന്ന അടിച്ച് പൊക്കി ചൂടാക്കി ഒന്ന് തിളപ്പിച്ച് വരുമ്പോഴത്തേന് മണി 9:30 എന്നിട്ടാ ഈ പാഷന്മാർ 3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കുന്നത് അറിയാമോ? അവരുടെ കുഴപ്പമുണ്ടൊന്നും അല്ല. എങ്ങനെയും ഒന്ന് ചൂടാക്കി ഓടിക്കുക, തണുപ്പ് കാലത്ത് വണ്ടി ഓടിക്കുന്ന പോലെ. ഹുങ്കാര പ്രതാപം ഭയങ്കരമാണ്. നമ്മളിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവീ അഭിഷേകവും ശരിക്കിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്, നമ്മുടെ വണ്ടി, നമ്മുടെ വീട്, നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവൻ നോക്കി അസൂയപ്പെടുന്നതായി മാറും. ശരിക്കുള്ള അഭിഷേകം നമ്മൾ ഇറങ്ങിയാൽ നമ്മുടെ വീട്, നമ്മുടെ കാറ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പം ഇതെന്നതാടാ ഒന്ന് അവൻ പറയും. വിശ്വാസികളെല്ലാം ഫ്ലൈറ്റ് മേടിച്ചാലും ദൈവത്തിന് പ്രോബ്ലമൊന്നുമില്ല. അത്രയും വലിയ ഗ്രൗണ്ടും ഉണ്ടാവും, എല്ലാവരും നേരത്തെ വരുകയും ചെയ്യില്ല. അല്ല, നിങ്ങൾ ചിന്തിക്കില്ല, അതൊന്നും ഒരു അഹങ്കാരമല്ല. ദൈവത്തിന് അതൊക്കെ ഇഷ്ടമാണ്. ദൈവത്തെ ആരാധിക്കാത്തവൻ ഇവിടെ ഫ്ലൈറ്റ് വാങ്ങുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നവൻ ഫ്ലൈറ്റിൽ പോകുന്ന ദൈവത്തിന് എത്ര വർഷം? ദൈവത്തിൻ്റെ മോൻ നല്ല വണ്ടി ഓടിക്കുന്ന ആരും ഇഷ്ടം, അതോ സാത്താൻ്റെ മോൻ വണ്ടി ഓടിക്കുന്ന ആയിരിക്കുമോ ദൈവത്തിന് ഇഷ്ടം? അതുകൊണ്ട് മനസ്സിലാക്കണം, നീ ഒരു കുതിരയായി മാറിയാൽ നിന്റെ സ്റ്റാൻഡേർഡ് കംപ്ലീറ്റ് മാറും. നീ ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട്, ഏറ്റവും നല്ല വണ്ടിയിൽ, ഏറ്റവും നല്ല വീട്ടിൽ ശക്തമായി നിന്നുകൊണ്ട് യേശുവിനെ പ്രസംഗിക്കും. കാരണം നിന്റെ പ്രസംഗം കേൾക്കുന്നവന് പറയണം, ഇവനെ ദൈവം വിടിവിച്ചവനാ, ഇവൻ വിടിവിച്ചവനാ, വിടുതൽ പ്രാപിച്ചവനാ. പ്രസംഗം കേൾക്കുന്നവൻ പറയും. അതാ നമ്മുടെ ലെവല്. അല്ല, നമ്മൾ പണ്ട് കേട്ട പല ഉപദേശങ്ങളും നമ്മുടെ അകത്ത് കയറി പിടിച്ചിരിക്കുകയാണ് പലരെയും. കുതിരയാകാൻ എല്ലാ ചാൻസും ഉണ്ടെങ്കിൽ ഇവൻ ആടായിട്ടേ ജീവിക്കത്തുള്ളൂ. അതുകൊണ്ട് ആ ഹുങ്കാര പ്രതാപം, ഒരു ചലനമില്ലാത്ത, അവൻ്റെ വരവ് കാണുമ്പോൾ, അവൻ്റെ സംസാരം കേൾക്കുമ്പോൾ, അവൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ, അവൻ്റെ ഇടപെടലുണ്ടാകുമ്പോൾ, ദൈവമക്കൾ ചില ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിടിഞ്ഞു പോകുമല്ലോ. ചിലരോട് സംസാരിക്കുമ്പോൾ എൻകറേജ് മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് മാത്രം. ഈ പോസിറ്റീവ് മാത്രമേ കുതിരയ്ക്കുള്ളൂ, നെഗറ്റീവ് പറയുന്ന ആടാ. കർത്താവ് വിടിവിക്കും, കർത്താവ് സഹായിക്കും, കർത്താവ് നിന്നെ വിടിവിക്കും, നിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് മാത്രമാണ് പോസിറ്റീവ്. എന്ത് ചെയ്യും? ഇങ്ങനെയൊക്കെയാ, ദൈവത്തിന് വേണ്ടി ഇറങ്ങിപ്പോയില്ലേ, നീ കുരിശെടുത്തേ പറ്റൂ. ഇങ്ങനെ നെഗറ്റീവ് പറയുന്ന എല്ലാം ആടായിരിക്കും, പോസിറ്റീവ് പറയുന്ന എല്ലാം കുതിരയായിരിക്കും. അവിടെ നാളെ പോലെ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചോണം, കുതിരയാണോ ആടാണോ? ഹുങ്കാര പ്രതാപം വലുതാണ്. അവൻ്റെ വരവും അവൻ്റെ നിപ്പും ആരെയും കൂശത്തില്ല. റോഡിൽ കൊണ്ടുപോയി കുതിരയെ കിട്ടി അതിലെ വണ്ടി പോകുന്നെങ്കിൽ വണ്ടിക്കാരനെ സൂക്ഷിച്ചോണം, വണ്ടിക്കാരനെ സൂക്ഷിച്ചോണം, വണ്ടി സൂക്ഷിച്ചോണം, ഇല്ല ഗ്ലാസ് പൊട്ടും. പക്ഷെ ആടിനെ കൊണ്ട് കെട്ടി ആടിനെ സൂക്ഷിച്ചോണം. ജീവിത പ്രോബ്ലംസുകളിൽ കുതിര രക്ഷപ്പെടും, കുതിരയെ സാത്താൻ പേടിക്കും. ആടിൻ്റെ സ്വഭാവമുള്ളവന് സാത്താൻ അറിയും, എന്തിളക്കം കൊടുത്താൽ ഇവൻ ഞെട്ടിക്കൊണ്ടിരിക്കും, എന്ത് പ്രശ്നം വിട്ടാലും ഇവൻ തളർന്നുകൊണ്ടിരിക്കും, എന്ത് പ്രശ്നം വിട്ടാലും പെട്ടെന്ന് ഇവൻ്റെ പ്രാർത്ഥന മുടക്കാം, ഇവൻ്റെ ആരാധന മുടക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല, ഇവൻ്റെ വിശ്വാസം മുടക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ, ഞാൻ എൻ്റെ ആടുകളെ സന്ദർശിച്ച് യുദ്ധത്തിൻ്റെ കുതിരകളാക്കി മാറ്റും.
ഞാൻ എൻ്റെ ആടുകടമേൽ അഭിഷേകം അയച്ച് യുദ്ധത്തിൻ്റെ കുതിരകളാക്കി മാറ്റും. അതാണ് ഈ അന്ത്യകാലത്ത് ദൈവം തൻ്റെ സഭകളിൽ അയക്കാൻ പോകുന്ന അഭിഷേകം. ദേശം കൈയടക്കുന്ന അഭിഷേകം, ദേശം പിടിച്ചെടുക്കുന്ന അഭിഷേകം. ഈ അഭിഷേകമാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ മേൽ അയക്കാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ താഴോട്ടുള്ള വാക്യം വായിച്ച് നിർത്താം. താഴ്വര കാണുമ്പോൾ എന്ത് ചെയ്യുമെന്നാ? പ്രശ്നം കാണുമ്പോൾ ഇവൻ ചാടാൻ ശരിക്ക് റെഡിയാകുക. പ്രശ്നം കാണുമ്പോൾ പുറകോട്ട് പോകുന്ന പരിപാടിയില്ല. പ്രശ്നം കാണുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുഭവിച്ച് പ്രശ്നമാണ് ഇപ്പോൾ എനിക്ക് എൻകറേജ് തരുന്നത്. പ്രശ്നങ്ങളാണ് എനിക്ക് എൻകറേജ് തരുന്നത്. പ്രോബ്ലം ഇല്ലെങ്കിൽ ഒന്നും മല്ലിടാനില്ലല്ലോ. പ്രശ്നം ഉണ്ടല്ലേ, RSSകാരൻ്റെ പേരെഴുതി വെച്ച് എന്നെ കൊല്ലും തട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി. ഒന്നും സംഭവിച്ചില്ല. അവൻ തന്നെ 15 ദിവസം കഴിഞ്ഞപ്പോൾ പാന കെട്ടിക്കാൻ നോക്കി. അവൻ അമ്മാച്ചനായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോൾ മരുമോനും അതേ പാന കെട്ടി ഞാൻ നോക്കി. അവർ മരിച്ചതിലല്ല, അവരെ സാത്താൻ വ്യാപരിച്ച് ചെയ്തതാണ്. പക്ഷെ നമ്മുടെ മേലൊന്നും തൊടാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ ടൈമിലല്ലാതെ ഒരുത്തന് നിന്റെ മേൽ തൊടാൻ പറ്റിയല്ല. ഈ രാജ്യത്ത് ദൈവമാണ് നിങ്ങളെ കൊണ്ടുവന്നെങ്കിൽ, ഈ രാജ്യത്ത് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഒരു നിയമത്തിനും ഒന്നിനും നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. ദൈവമാണ് ഈ രാജ്യത്ത് എന്നെ കൊണ്ടുവന്നെങ്കിൽ, ഇവിടെ എനിക്ക് മുമ്പായി ആര് വിസിറ്റ് ചെയ്തിട്ടുണ്ട്? എടാ, അമേരിക്കൻ പ്രസിഡന്റ് ഒബാമ ഡൽഹി വരുന്നെങ്കിൽ അതിനാഴ്ചകൾക്ക് മുമ്പ് ഇവിടുത്തെ പോലീസ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് അവനുള്ള സീറ്റും കിടക്കുന്ന സ്ഥലവും ഇരിക്കുന്ന സ്ഥലവും പോകുന്ന കാര്യം എല്ലാം ക്രമീകരിച്ചിട്ടാണ് പോകുന്നെങ്കിലേ, എടാ നിന്നെ ഭൂമിയിലേക്ക് വിടുന്നതിന് മുമ്പ് ദൂതന്മാർ ഇവിടെ വിസിറ്റ് ചെയ്ത. നീ അമേരിക്ക വരുന്നതിന് മുമ്പ് നിനക്കും നിന്റെ സന്തതിക്കും ഉള്ളത് സ്വർഗം ഇവിടെ നേരത്തെ കരുതി വെച്ചിട്ടുണ്ട്. പിന്നെ അതെന്താന്ന് ചോദിച്ചാൽ, അതെന്താ ഭാഷ കിട്ടാത്തതെന്ന് ചോദിച്ചാൽ, നീ യുദ്ധം ചെയ്ത് അതിനെ കരസ്ഥമാക്കണം. വാഗ്ദത്ത കനാനിലേക്ക് ഇസ്രായേലിനെ നടത്തുമ്പോൾ ദൈവം പറഞ്ഞു, വാഗ്ദത്ത കനാൻ നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ യുദ്ധത്തിൽ നിങ്ങളെ അഭ്യസിപ്പിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഫൈറ്റ് ചെയ്തോണം, ജയിച്ചോണം. നീ മടിയനായിരുന്നാൽ വാഗ്ദത്തോടെ നിൽക്കും, നീ വേറൊരു വഴിക്കിരിക്കും. അതുകൊണ്ട് ഈ ദേശത്തുള്ളതെല്ലാം ദൈവം നിങ്ങൾക്ക് മുമ്പായി ഇവിടെ ഒരുക്കി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നിൻ്റെ മുമ്പിൽ കൂശല്ലേ, ഒന്നിൻ്റെ മുമ്പിൽ തളരല്ലേ. ഇതല്ലെങ്കിൽ ഇതിന് ശ്രേഷ്ഠമായത് എൻ്റെ ദൈവം ഇവിടെ കരുതിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ഈ ദേശത്ത് കരുതിയിരിക്കുന്ന ഒരു സീറ്റ് പോലും മറ്റൊരുത്തിന് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ നിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടേണ്ട ജോലി ഇവിടെ വേറെ ആരെങ്കിലും അടിച്ചു മാറ്റുന്നു. വെറുതെ നടക്കുകയല്ല, അതൊക്കെ നേരത്തെ രജിസ്റ്ററിൽ എഴുതിപ്പോയതാ. അതൊക്കെ നേരത്തെ എഴുതിപ്പോയതാ. നീ നിന്റെ തലമുറ ഇവിടെ എന്തായി തീരുമെന്ന് സ്വർഗം നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ആ സീറ്റൊന്നും ഇവിടുത്തെ ആർക്കും കരസ്ഥമാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുഴികൾ കാണുമ്പോൾ എന്ത് ചെയ്യും? അവിടെ എഴുതിയിരിക്കുന്നത് കുഴി കാണുമ്പോഴാണ് ഇവന് തൻ്റെ ഇടം കയറുന്നത്. കുഴികൾ ഉള്ളപ്പോഴേ തൻ്റെ ഇടം കയറേണ്ടത്. ഇത് കുഴികൾ കാണുന്ന കുഴി അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ താഴും. കുഴികൾ കാണുമ്പോൾ ഇവൻ എന്തുണ്ടാവുമെന്ന, ഇവന്റെ ശൗര്യം കൂടുക, അവൻ അവിടെ വീണ്ടും ശക്തി പ്രാപിക്കുക. പ്രതികൂലങ്ങൾ ദൈവമക്കൾക്ക് വീണ്ടും വീണ്ടും കൃപ വർദ്ധിപ്പിക്കുന്നതാണ്. പ്രതികൂലങ്ങൾ ദൈവമക്കൾക്ക് ധൈര്യം പകരുന്നതാണ്. പ്രതികൂലങ്ങളിൽ ഒരു ദൈവ പൈതൽ വീണ്ടും ശക്തമായി നിൽക്കുന്നതാണ്.
ഞാൻ ആദ്യം ചർച്ച തുടങ്ങി ഡൽഹിയിൽ. ഒരു 10-60 പേരായി. ഒരു ദിവസം ആരാധിക്കാൻ ചെന്നപ്പം ആരാധന തല ഇടിച്ച് നിരപ്പാക്കിയിട്ടിരിക്കുക. ഗേറ്റ് പോലും എടുത്ത് എറിഞ്ഞ് കളഞ്ഞ് കട്ടയെല്ലാം ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുക. ഞാൻ വിട്ടുമാറുമോ? ഞാൻ കത്തോലിക്കനായിരുന്നല്ലോ, വിശ്വാസത്തിൽ വന്ന അതേ മൂപ്പിൽ തന്നെ ഞാൻ നിൽക്കുന്നത്. ഇന്നും ഞാൻ മാറുമോ? ഞാൻ അങ്ങോട്ട് മാറി നമ്മുടെ വേറെ സഹോദരൻ്റെ വീടിൻ്റെ തിണ്ണയിൽ ആരാന തുടങ്ങി. എന്ത് പറ്റിയെന്നറിയോ? ഇത് ഇടിച്ച് കളഞ്ഞവൻ്റെ ഭാര്യ കുഞ്ഞിനെ വിടാൻ സ്കൂളിലേക്ക് പോയ വഴിക്ക് കൊച്ചിനെ വണ്ടിയിലോട്ട് കയറ്റി വിട്ടിട്ട് പുറകോട്ട് നടന്നപ്പോൾ കാല് സ്ലിപ്പായി താഴോട്ട് വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവളങ്ങ് തീർന്നു. ഇത് മറ്റൊരുത്തൻ കൂട്ടു നിന്നു. അവൻ അന്ന് തകർന്നു പോയി. 60 ദിവസം ഇതെല്ലാം നടന്നു. ഇപ്പം ആ സ്ഥലത്ത് ഞാൻ എന്തൊക്കെ മേടിച്ചെന്നറിയാവോ? ആ സ്ഥലത്ത് ഒരു ചർച്ചും 5.5 നില ഒരു ബിൽഡിങ്. ആ സ്ഥലത്ത് തന്നെ 500 പേർക്ക് ഇരിക്കാവുന്ന വേറൊരു ബിൽഡിങ്. ആ സ്ഥലത്ത് തന്നെ 500 പേർക്ക് ഫുഡ് കഴിക്കാവുന്ന വേറൊരു ബിൽഡിങ്. ഇതെല്ലാം കൂടെ മേടിച്ചിട്ട് നിൽക്കുക ഞാൻ. എടാ, നീ ഇടിച്ചാൽ അവിടെ തന്നെ നമ്മൾ പണിയും. നീ ഇടിച്ചാനേക്കാൾ വലുത് പണിയും. അല്ലാതെ ഇടിച്ചെന്നും പറഞ്ഞാൽ ഞാൻ പെട്ടി മടക്കി കേരളത്തിലോട്ട് പോയായിരുന്നെങ്കിലോ? പറ, നമ്മളെ അതിന് വിളിച്ചതാ. ഇടിച്ചോടത്താടാ കൂടുതൽ പണി നടക്കാൻ പോകുന്നത്. പ്രതികൂല ഏത് ഓഫീസിലുണ്ടോ അവിടെ ചിന്തിച്ചോണം പ്രമോഷൻ ഉണ്ടെന്ന്. അല്ല, അവിടുന്ന് റിസൈൻ ചെയ്തേക്കല്ലേ. പ്രതികൂല ഏത് ഓഫീസിലുണ്ടോ ചിന്തിച്ചോ അവിടെ എന്തോട്ടാകാൻ പോവാ? പ്രമോഷൻ വരാൻ പോവുക. അല്ല റിസൈൻ ചെയ്ത് ഓടിക്കളയല്ലേ. കർത്താവ് വരുമ്പോൾ നീ അവിടെ കാണിക്കല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുക, ഇത് ചലഞ്ച് ചെയ്യുന്ന ജീവിതമാണ്. ഇതൊരു യുദ്ധമാണ്. ഇതിനകത്ത് പരാജയമില്ല. ഈ ഇരിക്കുന്ന പുള്ളി ഇങ്ങോട്ട് വന്നേ. ഇതാണ് നമ്മുടെ അപ്പൊ ഒരാളകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവും 2 ദൂതന്മാരും. ഈ പുള്ളിയാ പറഞ്ഞത് ഞാൻ ഏകനാണ്. ആ പുള്ളിയാ പറഞ്ഞത് ഞാൻ ആരാണ്? ഞാൻ ഏകനാണ്, എന്നെ നോക്കാൻ ആരുമില്ല. മേലാൻ അങ്ങനെ മിണ്ടിപ്പോല്ലേ. ഒരാളിൽ 6 പേരാണ് നടക്കുന്നത്. 2 ദൂതന്മാരും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. ഇതാ അത്രയും പേരാ കാറിനകത്തിരിക്കുന്ന. കാറ് കാലിയല്ല. ചിന്തിച്ചോണം, പുറയിലത്തെ സീറ്റ് മുഴുവൻ ആളും എൻ്റെ അപ്പുറത്തെ സീറ്റിലും ആളാണ്. അല്ല, കാറിനകത്ത് രാത്രി പോകുമ്പോൾ പകലിൽ പോകുമ്പോൾ മഞ്ഞുള്ളപ്പം മഴയുള്ളപ്പം ഞാൻ ഏകയല്ല. ഇപ്പുറത്തെ സീറ്റും പുറയിലത്തെ സീറ്റും നിറച്ച ആളാ. ഇതാ കുതിര. പിന്നെ എങ്ങനെ ഇവൻ കുതിരയാകാതിരിക്കുന്നത്? ഒരു ദൂതന് 1,50,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് തീർത്ത പാർട്ടിയാണ്. ആ സൈസ് 2 ദൂതൻ. ഇത്രയും വലിയ സെക്യൂരിറ്റി ഉള്ള പാർട്ടിയായി. ഇടയ്ക്ക് കണ്ണുനീരും കരച്ചിലും കണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, പണ്ടൊക്കെ ഇത് കാണുമ്പോൾ സങ്കടം, ഇപ്പം കാണുമ്പോൾ എനിക്കങ്ങ് മാനസിക അസ്വസ്ഥയാണ്. നമ്മുടെ കണ്ണ് കിടക്കാം. നമുക്ക് എല്ലാവർക്കും ദിവസം എഴുന്നേറ്റിരിക്കാം. ഈ കസാരയെല്ലാം കുറച്ച് പുറകോട്ടിറക്കുക.